ക്യാമ്പുകളൊക്കെ നമ്മളവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സെമിനാറുകളും പാസ്റ്റേഴ്സിന് വേണ്ടിയുള്ളത്, വിശ്വാസികൾക്ക് വേണ്ടിയുള്ളത് നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും ഗ്രാമങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് പഴയതുപോലെ എല്ലാ ഗ്രാമങ്ങളിലും കടന്നു ചെന്ന് നമുക്ക് സൗത്തിൽ നിന്നോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ബീഹാറിൽ നിന്ന് കടന്നു വരുന്ന ആർക്കും അവിടെ ചില ഗ്രാമങ്ങളിലൊന്നും കടന്നു ചെല്ലാൻ കഴിയത്തില്ല. അപ്പോൾ അവിടെയുള്ള പാസ്റ്റേഴ്സിനെ സെലക്റ്റീവായിട്ടുള്ള വിശ്വാസികൾ നമ്മൾ കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ അവരെ വിളിച്ച് അവിടെ അവർക്ക് പ്രാർത്ഥനയും മീറ്റിങ്ങുകളൊക്കെ അവർക്ക് എൻകറേജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ അവിടെ നിന്ന് ഒരു 11 പാസ്റ്റേഴ്സിനെയും കൊണ്ട് കേരളത്തിൽ എത്തിയതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 10 ദിവസം അവർക്ക് വേണ്ടി ഒരു പാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു സെമിനാർ ഉണ്ടായിരുന്നു. ഒരു ഡിസൈബിൾഷിപ്പ്, ലീഡർഷിപ്പ്, അതുപോലെ തന്നെ എങ്ങനെ ചിലർ മിനിസ്ട്രി ചെയ്യണം, എങ്ങനെ സൺഡേ സ്കൂൾ ചെയ്യണം, എങ്ങനെ ലേഡീസ് മീറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ യൂത്ത് മീറ്റിംഗ് കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സെക്ഷൻസ് വെച്ചിട്ട് ഒരു 10 ദിവസത്തെ ഒരു 11 പാസ്റ്റേഴ്സിന് വേണ്ടി അവരെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നാട്ടിൽ കടന്നു വന്നത്. അപ്പം അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നിലകളിൽ അവിടെ സുവിശേഷ പ്രവർത്തനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പല വിധമായിട്ടുള്ള പ്രയാസങ്ങൾ എനിക്കും അവിടെ പല നാടുകളും നേരിട്ടിട്ടുണ്ട്. എങ്കിലും ദൈവം അത്ഭുതകരമായി നടത്തുന്നുണ്ട്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നതും കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നതും കർത്താവിന് വേണ്ടി സഹിക്കുന്നതും ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ദൈവം എന്ത് കാര്യങ്ങൾ ചെയ്താലും ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും ദൈവത്തിനൊരു പദ്ധതി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ കാര്യങ്ങൾ ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ നോർത്ത് ഇന്ത്യ ഓർത്തും മറ്റുള്ള സ്റ്റേറ്റുകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ചുകൂടെ ആത്മാർത്ഥമായി, കുറച്ചുകൂടെ ആഴമായിട്ട് പറ്റുമെങ്കിൽ ചില പാസ്റ്റേഴ്സിൻ്റെയൊക്കെ പേരുകൾ എഴുതി വെച്ചിട്ട്, അവരുടെ കുടുംബങ്ങളുടെ പേര് എഴുതി വെച്ചിട്ട്, ആ പർട്ടിക്കുലർ സ്ഥലത്തിൻ്റെ പേരുകൾ എഴുതി വെച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, അവരെയൊക്കെ ഇടയ്ക്കൊന്ന് ഫോൺ വിളിക്കുകയും അവർക്ക് വേണ്ടി ഡയറക്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാനും അവരുടെ വിശേഷങ്ങളൊക്കെ തിരക്കാനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം അവർക്കുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയുള്ള ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് വെച്ച് ആ രീതിയിലേക്ക് അവരുടെ മിനിസ്ട്രിയിലും അവരുടെ പ്രാർത്ഥനകളിലൊക്കെ ഒരു പങ്കാളിയാവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷമായിരിക്കും. ഡയറക്റ്റ് അവരെ വിളിക്കുകയും ഡയറക്റ്റ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി നല്ല കാര്യമായിരിക്കും അവരുടെ ജീവിതത്തിൽ. കാരണം പലപ്പോഴും ഗ്രാമങ്ങളിലൊക്കെ ഒരു ഫെലോഷിപ്പോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയോ ഒക്കെ കിട്ടുന്നതിന് വളരെ ചുരുക്കമായിട്ടുള്ള കാര്യമാണ്. ഒരു ഒരു സഭയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് 100 കിലോമീറ്റർ, 150, 200 കിലോമീറ്റർ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഒരു സഭയോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയോ ഒരു ഫെലോഷിപ്പൊക്കെ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും ഒരു ഫോൺ വിളിയും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു പ്രാർത്ഥനാ സഹായമൊക്കെ അവരുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹപ്രദമായി തീരുന്ന കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം നിങ്ങളെ കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്തുവാനും കൂടുതലായിട്ട് ആ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാനും ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എപ്പോഴും പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടൊരു കാര്യമാണ്. ഏത് നിലകളിൽ പോകുമ്പോഴും നമ്മുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. മറ്റുള്ള ഒരു വ്യക്തിയെ നമ്മൾ പല കാര്യങ്ങൾ കൊടുത്ത് സഹായിക്കുന്നതിനേക്കാളുപരി പ്രാർത്ഥനയിൽ കൂടെ അവരെ കൈത്താങ്ങൽ നിന്ന് ചെയ്യുന്നത് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്വാസവും വിടുതലും അവർക്കൊരു എൻകറേജും ഒരു ധൈര്യവും കിട്ടുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ നാളുകളിൽ ഈ പ്രയർ ലൈനിലുള്ള ഓരോരുത്തരെയും ഇതിൽ ജോയിൻ ചെയ്യുന്ന ഓരോരുത്തരെയും ദൈവം അതിനായിട്ട് അനേകർക്ക് ഈ ദൈവിക ശക്തി പകർന്നു കൊടുക്കുകയും ദൈവിക ബലം പകർന്നു കൊടുക്കുകയും ദൈവത്തിന് വേണ്ടി പെടാൻ തക്കവണ്ണമുള്ള ഒരു യോദ്ധാക്കളാക്കി മാറുവാൻ തക്കവണ്ണമുള്ള ഒരു പ്രാർത്ഥന വീരന്മാരായി മാറുവാൻ തക്കവണ്ണമുള്ള ഒരു പ്രാർത്ഥന നിലയിലേക്ക് ദൈവം ഇതിനുള്ളിലുള്ള ഓരോരുത്തരും ദൈവം കൈപിടിച്ച് ഉയർത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ റിക്വസ്റ്റ് അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ നോർത്ത് ഇന്ത്യയിലുള്ള പ്രവർത്തനങ്ങൾ ഓർത്ത് തീർച്ചയായിട്ടും ചെയ്യണം. പ്രത്യേകിച്ച് നിങ്ങളുടെ പേരുകൾ എഴുതി വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ വിളിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ആഗ്രഹിക്കുന്നു. ഒത്തിരി ഈ ഒരു വർഷം ബീഹാറിൽ നവംബർ മാസത്തിൽ ഇലക്ഷൻ നടക്കുകയാണ്. തീർച്ചയായിട്ടും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ദൈവനിയോഗപ്രകാരമുള്ള ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ചിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഇലക്ഷനായി അത് മാറണം. ഇപ്പോൾ നിങ്ങൾ തന്നെ ന്യൂസിലൊക്കെ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ഒത്തിരി ഇഷ്യൂസ് ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയമാവുന്ന സമയത്ത് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുടെ വോട്ടുകൾ ഇല്ലാതാവുന്ന ഒരു സ്ഥിതി അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പം വളരെ ഇഷ്യൂസ് നിറഞ്ഞ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് ബീഹാർ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും
നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. ഈ നവംബർ മാസമാണ് അവിടെ ഇലക്ഷൻ നടക്കേണ്ടത്. വളരെ സമാധാനപരമായിട്ടും വളരെ സുഗമമായിട്ടും ആ കാര്യങ്ങൾ അവിടെ നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ദൈവമക്കളുടെയൊക്കെ ഈ ഒരു ഇലക്ഷൻ ആവുന്ന സമയത്ത് കൂടുതലായിട്ട് ആഹ് ആഹ് അവിടെയുള്ള ദൈവമക്കളെ പീഡിപ്പിക്കുകയും അവിടെയുള്ള ദൈവമക്കളെ ചിതറിപ്പിക്കുകയും ഒക്കെ ചെയ്യിപ്പിക്കുന്ന ഒരു സാധ്യതകളും സാഹചര്യങ്ങളും നിലകൊള്ളുന്നുണ്ട്. നമുക്ക് പല പല ന്യൂസുകളും നമ്മൾ പുറത്തറിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും അറിയാത്തത്. കാരണം ഏതെങ്കിലും ഒരു സൗത്തിലുള്ള അല്ലെങ്കിൽ മലയാളീസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ പലപ്പോഴും പുറത്തറിയുന്നത്. പക്ഷേ അവിടെയുള്ള നേറ്റീവായിട്ടുള്ള ബീഹാറിലുള്ള പാസ്റ്റേഴ്സിനോ വിശ്വാസികൾക്കോ പലപ്പോഴും ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. എല്ലാ സൺഡേകളിലും എല്ലാ ആഴ്ചകളിലും മിക്ക സ്ഥലങ്ങളിലും അവിടെ പ്രോസിക്യൂഷൻസ്, പ്രോബ്ലംസും ഇഷ്യൂസൊക്കെ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും പല വീടുകളിലൊന്നും ആരാധന നടത്താനുള്ള സാഹചര്യമല്ല. ചെറിയ ചെറിയ വളരെ ചെറിയ റൂമുകളിലൊക്കെ ഇരുന്നാണ് തിങ്ങി നിറഞ്ഞാണ് പലരും അവിടെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ വേണ്ട സമയങ്ങൾ അവർക്ക് നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒരു വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള തീർച്ചയായിട്ടും നോർത്ത് ഇന്ത്യയിൽ ബീഹാറിലൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവർ എന്നോട് കോൺടാക്റ്റ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ വരുവാനും അവിടെ പ്രവർത്തനങ്ങൾ കാണുവാനൊക്കെ അവസരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഒരു പഴയ സാഹചര്യം പോലെ ഗ്രാമങ്ങളിൽ ഒത്തിരി ഇറങ്ങിച്ചെന്ന് എല്ലാ സ്ഥലങ്ങളിലും ചെയ്യുന്ന ഒരു സാഹചര്യമല്ല. പക്ഷേ എങ്കിൽ പോലും ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെ അവിടെ ആത്മാർത്ഥമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പാസ്റ്റേഴ്സ്, അവിടെയുള്ള പാസ്റ്റേഴ്സ്, അവിടെ ദൈവമക്കൾ വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ എല്ലാ അവസ്ഥയിലും അവർക്ക് ഏത് ബുദ്ധിമുട്ടുണ്ടായാലും ആ അവസ്ഥയിൽ സ്ട്രോങ് ആയിട്ട് വളരെ പ്രാഗൽഭ്യത്തോടെ വളരെ സമർപ്പണത്തോടെ ദൈവത്തിന് നിലകൊള്ളുന്നവരായി തീരണം എന്നുള്ളൊരു ആഗ്രഹം, പ്രാർത്ഥനയും അതിനുവേണ്ടിയുള്ള ഒരു സഹായങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഏത് പ്രയാസങ്ങളും പ്രതിസന്ധികളും അവരുടെ ജീവിതങ്ങളിൽ കടന്നു വന്നാൽ ഒരിക്കലും അവർ പുറകോട്ട് പോകാതെ വണ്ണം ദൈവസന്നിധിയിൽ കൂടുതലായിട്ട് സമർപ്പണമുള്ളവരായിട്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട്, പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നവരായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് അതിനെ തരണം ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങളാക്കി മാറ്റുവാൻ ഉള്ള പ്രാർത്ഥനയും ആഗ്രഹവും ഒക്കെയാണ് ഞങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ സ്ട്രോങ് ആയി നിന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള പാസ്റ്റേഴ്സും അവിടെയുള്ള ദൈവമക്കളും വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും ഒരു ഡീപ്പായിട്ടുള്ള ദൈവവചനവും അതുപോലെ തന്നെ ദൈവത്തിലുള്ള വിശ്വസിപ്പാൻ തക്കമുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അവർ പുറകോട്ട് പോകാതെ ഈ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയും. തീർച്ചയായിട്ടും അതിനുള്ള പ്രാർത്ഥനയും അതിനുള്ള സഹായമാണ് നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനുവേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതിനുള്ള പ്രയർ ലൈനിലുള്ള എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അല്പം നേരത്തെ ഒരു ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. അതിനു മുമ്പായിട്ട് അല്പം നേരം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പനേരം നമുക്ക് പൂർണ്ണമായിട്ട് ദൈവസന്നിധിക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവെ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയുടെ പാതമെടുത്ത് വരുന്നു. ഹല്ലേലൂയ. ഈ നല്ല സമയത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടെ, ഒരു ഹൃദയത്തോടെ, ഒരു ആത്മാവോടെ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്നു. അങ്ങ് ഞങ്ങളെ ഇവിടെ നടത്തിയ എല്ലാ വിധങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നത് കർത്താവെ അങ്ങയുടെ വചനം കേൾപ്പാനാണ്. ഞങ്ങളുടെ ജീവിതം കൂടുതലായിട്ട് അങ്ങയോട് അടുപ്പാൻ അത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ സ്നേഹിപ്പാനും അങ്ങയുടെ വഴിയിൽ നടക്കുവാനും അങ്ങയോട് കൂടുതൽ പറ്റിച്ചേർന്നിരിപ്പാനും അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എപ്പോഴും ഞങ്ങൾ കേൾക്കുന്നത് കൊണ്ടോ ചിന്തിക്കുന്നത് കൊണ്ടോ പറയുന്നത് കൊണ്ടോ അതിനേക്കാട്ടിൽ ഉപരി കർത്താവെ അങ്ങയുമായിട്ടുള്ള ബന്ധം പുതുക്കുന്നതാവട്ടെ ഞങ്ങളുടെ വചനം, ഞങ്ങളുടെ വചന കേൾവി, ഞങ്ങളുടെ വചനം സംസാരങ്ങളും. കർത്താവ്, അങ്ങയുമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം പുനഃസ്ഥാപിക്കുന്ന രീതിയിലേക്കാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
കർത്താവെ, അങ്ങുമായിട്ടുള്ള ആ ഒരു ഉടമ്പടി കർത്താവെ ഒന്നുകൂടെ വിചിന്തനം ചെയ്യുവാൻ, ഒന്നുകൂടെ ചിന്തിക്കുവാൻ തക്കവണ്ണമുള്ള രീതിയിലേക്ക് ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കേട്ട് പോകുന്നവരായിട്ടല്ല കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവരായി, ചില ചില മേഖലകളിൽ കർത്താവ് ഞങ്ങൾക്കൊരു ചേഞ്ച് വരുന്നവരായി, കർത്താവ് ഒരു വ്യത്യാസം വരുന്നവരായി, ചില തീരുമാനങ്ങൾ എടുക്കുന്നവരായി, കർത്താവ് ചില ചില മേഖലയിൽ കർത്താവെ ഒരു പുതിയ സ്റ്റെപ്പ് വെക്കുന്ന രീതിയിലേക്ക് ഞങ്ങളെ മാറുവാൻ തക്കവണ്ണം ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ഞങ്ങളൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്ത സ്ഥലങ്ങളിൽ, വ്യത്യസ്ത രാജ്യങ്ങളിലൊക്കെ ഇരുന്നാണ് കർത്താവെ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. കർത്താവെ, അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥന വിഷയങ്ങളിലേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് ആവശ്യമായിട്ടുള്ള ബലവും ശക്തിയും ആരോഗ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്തമായ ചോദ്യങ്ങളുമായിട്ട് കർത്താവെ ഇന്ന് ഇതിൻ്റെ ഉള്ളിലായിരിക്കുന്ന ചിലരുണ്ട് കർത്താവെ. കർത്താവെ, അവരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം അങ്ങ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില പ്രാർത്ഥന വിഷയങ്ങൾ ചില ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്ന ചിലരുണ്ട് കർത്താവെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ റൈറ്റ് ടൈമിൽ കർത്താവെ, ആ ആ ആ ഒരു കർത്താവിൻ്റെ അങ്ങയുടെ തക്ക സമയത്ത് കർത്താവെ അങ്ങ് അതിന് വിടുതലും കർത്താവെ അതിന് ഉത്തരവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്തമായ സാഹചര്യം കൂടെ കർത്താവ് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ചോദിക്കുന്ന പലരും കർത്താവ്, എന്തുകൊണ്ട് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്ന ചിലരുണ്ട് കർത്താവെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ ജീവിതത്തിൽ കർത്താവെ അങ്ങ് അത് അടയാളമായി ചില കാര്യങ്ങൾ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ചില വീര്യ പ്രവർത്തികളായിട്ട് ചില കാര്യങ്ങൾ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ചില അത്ഭുതങ്ങളായിട്ട് ചില കാര്യങ്ങൾ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ചില കർത്താവെ വ്യത്യസ്തമായ അനുഭവത്തിലൂടെ അവരെ കടത്തിക്കൊണ്ട് പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു ആശ്വാസമായി, ഒരു വിടുതലായി, ഒരു കൈത്താങ്ങലായി, കർത്താവ് ഒരു ധൈര്യമായി, ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തിയായി അങ്ങ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓഴബബ ഷൈഖന ദഗനഗദ ദനഗബ ഷൈഖന ദഗനഗദ നഗബ. കർത്താവ്, ഞങ്ങളുടെ സന്നിധിയിലേക്ക് നിങ്ങൾ ഒരുമിച്ച് വരുന്ന കർത്താവ്, ഞങ്ങളുടെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ എവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല കർത്താവ്, ഞങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള ഇരിക്കുന്നവരാണ് കർത്താവ്, വ്യത്യസ്ത റൂമുകളിലുള്ളവരാണ് കർത്താവെ. ഞങ്ങളുടെ ആ റൂമുകളിൽ കർത്താവ് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ആ ദൈവിക സാന്നിധ്യം കൊണ്ട് നിറയുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവെ അത് നിറഞ്ഞു കവിയോൻ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യം വ്യക്തമായി അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യത്താൽ ഞങ്ങൾ നിറയുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും ഞങ്ങൾ ആരാധിക്കുന്നതും ഞങ്ങൾ പാടുന്നതും കർത്താവ്, ഞങ്ങൾ വചനം ശ്രവിക്കുന്നതും വചനം കേൾക്കുന്നതും ഒക്കെ കർത്താവെ അങ്ങയുടെ കർത്താവെ ദൈവ സാന്നിധ്യത്തിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്തമായിട്ടുള്ള കർത്താവ് പല കാര്യങ്ങൾ ചെയ്യേണ്ട സമയങ്ങളാണ് കർത്താവ്, അതൊക്കെ മാറ്റിവെച്ച് അല്പനേരം അങ്ങയുടെ സന്നിധിയിൽ ആയിരിക്കുന്നത്, അങ്ങയോട് പറ്റിച്ചേർന്നിരിക്കുന്നത്, അങ്ങയോട് ചേർന്നിരിക്കുന്നത് കർത്താവെ അങ്ങിൽ നിന്ന് ചിലത് പ്രാപിക്കാൻ വേണ്ടിയാണ് കർത്താവെ. ആ ദൈവ സാന്നിധ്യം രുചിച്ചറിയാൻ വേണ്ടിയാണ്, ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് രുചിച്ചറിയാൻ വേണ്ടിയാണ്. ചില വേദനകൾ നടുവിൽ കർത്താവ് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു ശബ്ദം കേൾക്കുവാൻ വേണ്ടിയാണ് കർത്താവെ. അത് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും, എല്ലാ പ്രയാസങ്ങളുടെ നടുവിലും, എല്ലാ നെടുവീർപ്പിന്റെ നടുവിലും, എല്ലാ ഒറ്റപ്പെടൽ നടുവിലും കർത്താവെ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗത്തിന്റെ അവസ്ഥയിലും, എല്ലാ കർത്താവ് വേദനയുടെ അവസ്ഥയിലും കർത്താവെ അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ ശക്തിയും ഞങ്ങൾക്ക് കർത്താവ് അനുഭവിച്ചറിയാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസ് പറഞ്ഞ പോലെ ആ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി എന്താണെന്ന് യഥാർത്ഥമായി രുചിച്ചറിയുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു പറയുവാൻ കർത്താവെ, അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അവസരം. ദൈവശക്തി മനസ്സിലാക്കുവാനും, ദൈവകൃപ മനസ്സിലാക്കുവാനും, ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കുവാനും, ദൈവത്തിന്റെ കരുണ മനസ്സിലാക്കുവാനും, ദൈവത്തിന്റെ ആ കൈത്താങ്ങൽ മനസ്സിലാക്കുവാനും ചില കർത്താവെ ബലഹീന ജീവിതത്തിൽ ഉണ്ടാവുന്നത് ആ ശക്തി എന്താണെന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയാണെന്ന് പൗലോസ് പറഞ്ഞതുപോലെ കർത്താവെ എല്ലാ അവസ്ഥയിലും കർത്താവെ അങ്ങേ മനസ്സിലാക്കുവാനും, അങ്ങേ സ്നേഹിപ്പാനും, അങ്ങയുടെ കൃപ മനസ്സിലാക്കുവാനും, അങ്ങയുടെ ശക്തി മനസ്സിലാക്കുവാനുള്ള അവസരങ്ങളായിട്ട് അതിനെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജോലി മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കർത്താവ് അദൃശ്യമായ സാന്നിധ്യം ഓരോ നിമിഷവും അനുഭവിച്ചറിയുന്നവരായിട്ട് അവരെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് കർത്താവ് ഞങ്ങളുടെ വചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് സംസാരിക്കുവാനും, അത് കേൾക്കുവാനും, അത് ഉൾക്കൊള്ളുവാനും, അത് കർത്താവെ മനസ്സിലാക്കുവാനും, അത് ഗ്രഹിക്കുവാനും, അതിന് പ്രകാരം ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനും, അതിന് പ്രകാരം ആ പാതകളിൽ കൂടെ മുന്നോട്ട് പോകുവാനും ഞങ്ങളെ
ഓരോരുത്തരെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കണമേ. കർത്താവിൻ്റെ ഹൃദയം അനുഭവിച്ചറിയണമേ. കർത്താവിൻ്റെ ആ വിളി അറിയണമേ. കർത്താവെ, അങ്ങയുടെ ആ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ അതിനായിട്ട് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ആരുടെയും മിടുക്കോ, ഞങ്ങളുടെ ആരുടെയും പ്രാപ്തിയോ, കർത്താവ് ഞങ്ങളുടെ ആരുടെയും മഹിമയോ, കർത്താവ് ഞങ്ങളുടെ ആരുടെയും ഞാനെന്ന ഭാവം ഒന്നും ഇതിനകത്ത് വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്മയോടെ ഞങ്ങളെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവശക്തിയിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവകൃപയിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ത്തി ഏൽപ്പിക്കുന്നു. മാനമോത്വം അംഗീകരിപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു വേദഭാഗം വായിക്കാം. ആരെങ്കിലും എന്നെ ഒന്ന് വായിച്ച് സഹായിക്കാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമാണ്. വളരെ സുപരിചിതമായിട്ടുള്ളൊരു വേദഭാഗമാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം. ലൂക്കോസ് അതിന്റെ 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. അവൻ ഗന്നസർ തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാരിറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകിൽ ഷീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ ഇരുന്ന പാടെ പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ഷീമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീനെന്ന് പറഞ്ഞു. അതിന് ഷീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ലെങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ അവർ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം മതി, അകപ്പെട്ടു വല കീറാറായി. താങ്ക് യു. വളരെ സുപരിതമായിട്ടുള്ള വേദഭാഗമാണ്. നമുക്ക് ഒത്തിരി വചനങ്ങളും ഒത്തിരി ചിന്തകളും ഇതിൽ നമുക്ക് മനസ്സിലാക്കാനും അറിയാനും ഒക്കെ കഴിഞ്ഞവരുമാണ്. എന്നെ ചിന്തിപ്പിച്ച 1-2 കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ പറയാനാണ് ആഗ്രഹിക്കുന്നത് ഈ സമയത്ത്. അതിൻ്റെ ആദ്യത്തെ വചനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ദൈവവചനം കേൾക്കേണ്ടതിന് വേണ്ടി കർത്താവിനെ അവിടെ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുന്നതാണ് ആദ്യത്തെ ഭാഗങ്ങൾ അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദൈവവചനം കേൾക്കാൻ വേണ്ടി അന്നും ജനങ്ങൾ വളരെ തിക്കും തിരക്കും ഉണ്ടാക്കുന്ന ഒരു സമയമായിരുന്നു. സാധാരണയായിട്ട് നമുക്കറിയാം, യേശുവിൻ്റെ വചനം കേൾക്കുവാനുള്ള വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ എപ്പോഴും യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ചിലർ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടിയായിരുന്നു, ചിലർ വചനം കേൾക്കാൻ വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ ചിലർ യേശു എന്താണെന്ന് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. കുറേ ആളുകളിൽ നമുക്കറിയാം, ഒരു കൂട്ടം പോകുമ്പോൾ, ഒരു കൂട്ടം ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ എന്തോ സംഭവിക്കുന്ന ഒന്നും അറിയത്തില്ലായിരിക്കും, പക്ഷെ അവർ കൂടെ അങ്ങ് പോവുകയാണ്. അങ്ങനെയുള്ള ചില ആളുകൾ കാണും. അതേ സെയിം സമയം തന്നെ ചില ആളുകൾ യേശുവിനെ കുറ്റപ്പെടുത്തുവാനും യേശു ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുവാനും യേശു ചെയ്യുന്നത് ഈ ഈ ഈ രീതിയിൽ അവനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയുള്ള കുറെ ആളുകളും യേശുവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ എപ്പോഴും യേശുവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. സാധാരണയായിട്ട് നമുക്കറിയാം, യേശു ഏതെങ്കിലും ഉയർന്ന സ്ഥലങ്ങളിലോ മലമുകളിലോ ഇരുന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും പാറയുടെ മുകളിൽ നിന്നുകൊണ്ടൊക്കെയാണ് ദൈവവചനം സംസാരിക്കുകയും ജനങ്ങളെ ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം ജനത്തിന് വളരെ ഈസി ആയിട്ട് അവർക്ക് കേൾക്കുവാനൊക്കെ കഴിയുന്നത് എപ്പോഴും നമ്മൾ ഉയർന്ന സ്ഥലത്ത് നിൽക്കുന്ന, നമ്മുടെ ഇന്നത്തെ കാലത്ത് പോട്ടെ മൈക്കോ മൈക്കിസെറ്റോ അല്ലെങ്കിൽ സ്പീക്കറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഏതെങ്കിലും ഉയർന്ന സ്ഥാനത്ത് കയറി നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ജനത്തിന് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ശ്രവിക്കാനുള്ള ഒരു സാഹചര്യവും സന്ദർഭവും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് എപ്പോഴും ഉയർന്ന സ്ഥലത്ത് നിന്നുകൊണ്ടാണ് യേശു സംസാരിക്കാൻ സാധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു സ്ഥലം ഈ ഗെനസരത്ത് തടാകത്തിന്റെ കരയിൽ യേശുവിന് കാണുവാൻ കഴിഞ്ഞില്ല. പക്ഷേ യേശു കണ്ടത്, അതിന്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, 2 പടക്, ശിമോനുള്ള 2 പടക് അവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പം യേശുവിന് മനസ്സിലായി, ഈ പടകിന്റെ മുകളിൽ, ഈ പടകെന്ന് പറയുന്നത് കുറച്ച് ഉയർന്ന ഒരു വസ്തു ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതിന്റെ മുകളിലോട്ട് കയറി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്രയും തിരക്കിക്കൊണ്ടിരിക്കുന്ന ഈ ജനത്തിന് എൻ്റെ ശബ്ദവും ഞാൻ പറയുന്ന വചനവും എൻ്റെ ഉപദേശങ്ങളും വളരെ ഈസി ആയിട്ട് കേൾക്കാൻ കഴിയുമെന്നുള്ളൊരു ചിന്ത യേശുവിനെ ഭരിച്ചതുകൊണ്ടും യേശു മനസ്സിലാക്കിയത് കൊണ്ടും യേശു ചിന്തിച്ചു, ആ ഒരു പടകിന്റെ മുകളിലേക്ക് കയറി നിന്നുകൊണ്ട് ജനത്തോട് സംസാരിക്കുവാണെങ്കിൽ വളരെ പ്രയോജനവും വളരെ നല്ലതുമാണ്. കാരണം വേറെ ഒരു സാഹചര്യമോ സന്ദർഭമോ വേറെ ഒരു ഉയർന്ന പ്രദേശമോ അവിടെ എങ്ങും കാണുവാൻ കഴിയുന്നില്ല. അപ്പം ഇതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സാഹചര്യവും എല്ലാവർക്കും കേൾക്കാൻ ഉള്ള ഒരു സാഹചര്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശു എന്ത് ചെയ്തു? അതിന്റെ 2-3 വാക്യോടൊന്ന് വായിക്കാം. ഒന്നുകൂടെ വായിക്കാമോ? ഇത് 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാരിറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകിൽ ഷീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ ഇരുന്ന പാടെ പുരുഷാരത്തെ ഉപദേശിച്ചു.
അതെ. അങ്ങനെ ഇവിടെ ഇരിക്കുന്നത് 2 പടകൾ ഒന്നിലായ ശീമോന്റെ പടകിൽ യേശു കയറി. അപ്പോൾ അവര് ആ കയറുന്നതിന് മുമ്പ് അവിടെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണ്? വല കഴുകുന്ന ഒരു അവസ്ഥയിലാണ് അവര് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ 5-ാം വാക്യത്തിൽ ആദ്യം വായിച്ചു, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ആണ് ഈ ശിമോനും കൂട്ടാളികളും ഒക്കെ ഉള്ളത്. വളരെ നിരാശയായിട്ട്, വളരെ ഭാരത്തോടെ, വളരെ പ്രതിസന്ധിയോടെ, വളരെ ശൂന്യതമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ വളരെ പ്രയാസത്തോടെ, സങ്കടത്തോടെ, വളരെ വേദനയോടെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ശിമോന്റെ അവസ്ഥ, ശിമോൻ പത്രോസിന്റെ അവസ്ഥ, അവന്റെ കൂട്ടാളികളുടെ അവസ്ഥ, എല്ലാവരുടെയും അവസ്ഥ. ആ സമയത്താണ് വല കഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഒന്നും ലഭിക്കാതെ, എന്തെങ്കിലും ലഭിച്ചു നിറഞ്ഞിരിക്കുന്ന അവസ്ഥയോ, മനസ്സിന് സന്തോഷമുള്ള അവസ്ഥയോ, ഒരു വേദനയില്ലാത്ത അവസ്ഥയോ ഒന്നുമല്ല. പൂർണ്ണമായിട്ട് നിരാശമായിട്ട് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലുമാണ് ശിമോനും കൂട്ടാളികളും അവിടെ ഇരിക്കുന്ന സമയത്താണ് യേശു അടുത്ത് ചെന്ന് അവനോട് പറയുന്നത്, ഈ പടക് അല്പം നീക്കണമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം. ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് സാഹചര്യങ്ങൾ ഒന്നും അനുകൂലമല്ലാത്ത സമയത്താണ് യേശു ശിമോനോട് പറയുന്നത്, ഈ പടക് അല്പം നീക്കണമെന്ന്. പലപ്പോഴും നമ്മുടെ ജീവിതമൊക്കെ ഒന്ന് തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും വേദനയോടെ ഇരിക്കുന്ന സമയത്ത് കർത്താവിന്റെ വാക്ക് കേൾക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഇഷ്ടമാണ് എപ്പോഴും പ്രയോറിറ്റി ആയിട്ട് നമ്മൾ വെക്കുന്നത്. നമ്മുടെ ആഗ്രഹമാണ് എപ്പോഴും നമ്മൾ പ്രയോറിറ്റി ആയിട്ട് വെക്കുന്നത്. നമ്മൾ വേദന നിറഞ്ഞിരിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു നഷ്ട അനുഭവത്തിലോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ശൂന്യതയുടെ നടുവിൽ നിന്നോ പലപ്പോഴും ദൈവത്തോടുള്ള അടുപ്പം കാണിക്കുവാനോ, ദൈവത്തോടുള്ള ബന്ധം പുതുക്കുവാനോ, ദൈവത്തോടുള്ള സ്നേഹം പുതുക്കുവാനോ പലപ്പോഴും നമുക്ക് കഴിയുന്ന അവസ്ഥയിലായിരിക്കണമെന്നില്ല. പക്ഷേ ഇവിടെ ഈ ഒരു അവസ്ഥയിൽ ശിമോന്റെ ജീവിതത്തിൽ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ വളരെ വേദനയോടെ, ആ വളരെ നിരാശയോടെ ഇരിക്കുന്ന സമയത്താണ് യേശു പറയുന്നത്, ഈ പടക് അല്പം ഒന്ന് നീക്കണമെന്ന്. പലപ്പോഴും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ അന്നത്തെ കാലഘട്ടമാണെങ്കിലും ഇപ്പോഴത്തെ കാലമാണെങ്കിലും കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും ഒരു പടക് ഒരു വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് നീക്കണമെങ്കിൽ ഒരിക്കലും ഒരാൾ വിചാരിച്ച കഴിയണമെന്നില്ല. ശിമോൻ ഒരാൾ വിചാരിച്ച കഴിയണമെന്നില്ല. അവിടെയുള്ള കൂട്ടാളികൾ, അവിടെയുള്ള സഹായികളും മറ്റുള്ള ആൾക്കാരും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഒരു വെള്ളത്തിൽ നിന്ന് ഒരു പടക് കരയിലേക്ക് അടുപ്പിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഒരു പടക് കരയിൽ കയറിയതിനു ശേഷം വെള്ളത്തിലേക്ക് വീണ്ടും ഇറക്കണമെങ്കിൽ ശിമോൻ ഒരാൾ വിചാരിച്ച സാധിക്കത്തില്ല, അല്ലെങ്കിൽ രണ്ടുപേര് വിചാരിച്ച സാധിക്കത്തില്ല. വളരെ ആളുകളുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് വേണം വീണ്ടും ആ പടക് വെള്ളത്തിലേക്ക് ഒന്ന് ഇറക്കണമെങ്കിൽ. ഒന്ന് ആലോചിച്ച് നോക്കണമേ, ഒരു പ്രതീക്ഷയും ഇല്ലാതെ വളരെ വേദനയോടെ ഇരിക്കുന്ന സമയത്താണ് യേശു വന്ന് ആ ശിമോനോട് പറയുന്നത്, നിന്റെ പടക് കരയിൽ നിന്ന് അല്പം ആഴത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിലേക്ക് ഒന്ന് നീക്കണം. കാരണം ജനത്തോട് സംസാരിക്കണമെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം സംസാരിക്കണമെങ്കിൽ. അപ്പോൾ എങ്കിൽ മാത്രമേ ജനത്തോട് കേൾക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ പടകിൽ കയറി നിൽക്കണമെങ്കിൽ കരയിൽ നിന്ന് അല്പം വെള്ളത്തിലേക്ക് നീക്കണം. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ശിമോന് മാത്രമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല അവിടെ നടക്കുന്നത്. ശിമോൻ ബാക്കിയുള്ളവരെ കൂടെ വിളിച്ചിട്ട് വേണം ഈ ഒരു കാര്യം ചെയ്യണം. ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ്. ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഒരു മനസ്സോ, ഒരു ഹൃദയമോ, ഒരു സ്നേഹമോ, ഒന്നും ഉണ്ടാവാൻ തക്കവണ്ണമുള്ള ഒരു സമയമല്ല ആ സമയം. അവിടെ പറയുന്നത്, നിന്റെ പടക് അല്പം നീക്കണം എന്ന് യേശു എന്താ ചെയ്തത്? ആ വാക്യം ഒന്നുകൂടെ പറഞ്ഞേ, 3-ാം വാക്യം. ആ പടകിൽ 3 ശിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കയറി. കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവനോട് അപേക്ഷിച്ചു. ചില വാക്കുകൾ ഇവിടെ അപേക്ഷിച്ചു. ആരോടാ അപേക്ഷിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കിയേ. യേശു സാധാരണ വ്യക്തിയായിട്ടുള്ള ഒരു ശീമോനോട് അപേക്ഷിക്കുന്നു. എനിക്ക് ആ വീട് ഭയങ്കര അതിശയം തോന്നി സത്യത്തില്. കാരണം അപേക്ഷിക്കുക. സാധാരണ ഇത്രയും ജനത്തിരക്കുള്ള ഇത്രയും വലിയൊരു വ്യക്തി അവിടെ വരുമ്പോൾ, യേശു എന്ന വ്യക്തി യേശുവിന്റെ വാക്ക് കേൾക്കുവാനും, യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിപ്പാനും, യേശുവിനെ അറിയുവാനും, യേശുവിനെ കേൾക്കുവാനും ഇത്രയും ഒരു ജനക്കൂട്ടം അവിടെ വരുമ്പോൾ യേശു ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു നേതാവ് പോലെ ഒരു വലിയ ആളായിട്ട് അവിടെ നിൽക്കുന്നു. അപ്പോൾ യേശു വന്ന് ഒരിക്കലും ശിമോനോട് അപേക്ഷിക്കേണ്ട ഒരു ആവശ്യമില്ല. നിന്റെ പടകം അങ്ങോട്ട് നീക്കൂ എന്ന് ആജ്ഞ കൊടുക്കുകയോ ഓർഡർ കൊടുക്കുകയോ അല്ലെങ്കിൽ വളരെ ശബ്ദത്തോടെ സംസാരിക്കുകയോ ഒരു നോർമലായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അവിടെ ഒരിക്കലും അപേക്ഷിക്കുക എന്നുള്ള വാക്ക് അവിടെ വരേണ്ട ആവശ്യമേ ഇല്ല. അല്ലെങ്കിൽ യേശുവിന് തന്നെ ചെയ്യണമെന്നില്ല. അവിടെയുള്ള ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഈ വചനം ജനത്തോട് സംസാരിക്കണമെങ്കിൽ ആ പടകിൽ കയറി നിൽക്കണം, ആ ശിമോനോട് പോയി പറയൂ എന്ന് യേശുവിന് ഒരു വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയി അത് ചെയ്യുകയും അതിനുള്ള ക്രമീകരണം ചെയ്യാനുള്ള അവസ്ഥയും സാഹചര്യവും അത്രയും തിക്കും നിറയ്ക്കുമുള്ള ഒരു സാഹചര്യമാണ് അവിടെ. ആര് പറഞ്ഞാലും കേൾക്കും. കാരണം യേശുവിന്റെ വചനം കേൾക്കാനും യേശുവിന്റെ വാക്ക് കേൾക്കാനും എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ യേശു ഡയറക്റ്റ് ആയിട്ട് ചെന്ന് ശിമോൻ പത്രോസിന് പറയുകയാണ്, നിന്റെ പടക് ഒന്ന് നീക്കണമെന്ന് അപേക്ഷിക്കുക.
എത്ര പൊളൈറ്റ് ആയിട്ടുള്ള, എത്ര സിമ്പിൾ ആയിട്ടുള്ള, എത്ര നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ യേശു അവിടെ ചെയ്യുന്നത്. സാധാരണയായിട്ട് യേശുവിന് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞല്ലോ, ഒരു ഓർഡർ കൊടുക്കുകയോ ഒരു ആജ്ഞ കൊടുക്കുകയോ ഒരു ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ്. ഒരു മുക്കുവനായിട്ടുള്ള സാധാരണ വ്യക്തിയോട് യേശു കടന്നു വന്ന് അങ്ങനെ അപേക്ഷിക്കേണ്ട ഒരു സാഹചര്യവും കാര്യങ്ങളും ഒന്നും അവിടെ വരുന്നില്ല. പക്ഷേ യേശുവിൻ്റെ ആ വ്യക്തിത്വവും ആ കമ്മ്യൂണിക്കേഷനും ആ ഒരു താഴ്മയും എല്ലാ വ്യക്തികളെ ഒരേപോലെ കാണുവാനുള്ള ആ ഒരു മനസ്സുമാണ് അവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ കമ്മ്യൂണിക്കേഷനും നമ്മുടെ ആശയവിനിമയവും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തികളും മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന കാര്യമാണോ പലപ്പോഴും? നമ്മൾ തന്നെ ഒന്ന് ശോധന ചെയ്ത് നമ്മളെ ചെന്ന് ഒന്ന് ഒരു വിചിന്തനം ചെയ്യുക, നമ്മളെ ചെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കണം. പലപ്പോഴും നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ ഹർട്ട് ചെയ്തിട്ടുണ്ടോ? പലപ്പോഴും നമുക്കൊരു പൊസിഷനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് മറ്റുള്ളവർ ലഭിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെ നമ്മൾ ചെറുതായിട്ടാണോ കാണുന്നത്? മറ്റുള്ളവരുടെ സ്നേഹബന്ധവും മറ്റുള്ളവരുടെ ആ ഒരു സമയത്ത് മറ്റുള്ളവരോടുള്ള ഗ്യാപ്പാണോ നമ്മുടെ ജീവിതത്തിൽ കൂടുന്നത്? അവരെ അഭിസംബോധന ചെയ്യുന്നത്, അവരെ വിളിക്കുന്നത്, അവരെ 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 ഏത് രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യുന്നത് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും? പലപ്പോഴും നമുക്ക് അറിയാം, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിലെ ശൈലികൾ മാറി, നമ്മുടെ ജീവിതത്തിലെ ചിന്തകൾ മാറി, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറി, നമ്മുടെ സമീപനം മാറി, നമ്മുടെ വാക്കുകൾ മാറി, നമ്മുടെ ആശയവിനിമയം മാറി, മറ്റുള്ളവരെ തരം താഴ്ത്തുന്ന രീതിയിൽ, മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ, മറ്റുള്ളവരെ നിന്ദിക്കുന്ന രീതിയിൽ, മറ്റുള്ളവരെ അപമാനിക്കുന്ന രീതിയിൽ ചില സമയത്ത് നമ്മുടെ വാക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു ചെറിയ വ്യക്തികളെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വാക്കുകൾ ഏത് രീതിയിലാണ്, ഹാർഡായിട്ടാണോ, നമ്മൾ വളരെ ശക്തമായിട്ടാണോ, വളരെ ഡീപ്പായിട്ടാണോ അവരെ ഹർട്ട് ചെയ്യുന്നത്, അവരെ വേദനിപ്പിക്കുന്ന രീതിയിലാണോ നമ്മുടെ വായിൽ നിന്ന് വാക്കുകൾ വരുന്നത്? ഇത് നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കുക. കർത്താവേ, ഏത് രീതിയിലാണ് എൻ്റെ കമ്മ്യൂണിക്കേഷൻ? എൻ്റെ വാക്കുകൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് ഏത് രീതിയിലാണ്? അതൊരു അതൊരു ഒരു ഒരു പൊളൈറ്റ് ആയിട്ടുള്ള ഒരു നല്ല വാക്കുകൾ വെച്ചാണോ ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നത്? എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെ, എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ കൂടെയുള്ളവരെ, ഞാൻ എന്നെക്കാട്ടിലും താഴ്ന്നവരാവട്ടെ വലിയവരാവട്ടെ, ഏത് നിലയിൽ നിൽക്കുന്നവരാവട്ടെ, ഏത് ജോലിയുള്ളവരാവട്ടെ, ഏത് രീതിയിൽ പോകുന്നവരാവട്ടെ, എന്തുമാവട്ടെ, അവരുമായിട്ടുള്ള എൻ്റെ സമീപനവും എൻ്റെ ആ വാക്കുകളും എൻ്റെ ആ ചിന്തകളും എൻ്റെ പ്രവർത്തികളും എങ്ങനെയാണെന്ന് നമുക്ക് ഇന്ന് തന്നെ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. അവിടെ അപേക്ഷിക്കുക എന്ന് പറയുന്നത്, അവിടെ ചെറുതും വലുതുമായിട്ട് ഒന്നും യേശു മാറ്റിവെക്കുന്നില്ല. ഏറ്റവും സിമ്പിളായിട്ട്, ഏറ്റവും വളരെ സരളമായിട്ട്, ഏറ്റവും വലിയ താഴ്ന്ന രീതിയിൽ തന്നെ യേശു ശിമോനോട് അപേക്ഷിക്കുകയാണ് ചെയ്തത്, നിന്റെ പടക് അല്പം ഒന്ന് നീക്കണമെന്ന്. ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയും വേദന നിറഞ്ഞ് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതിരിക്കുന്ന അവസ്ഥയിൽ വന്നിട്ടാണ് യേശു ശിമോനോട് പറയുന്നത് ഈ പടക് നീക്കണമെന്ന്. സാധാരണ നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? യേശുവേ, ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഇത്ര വേദനയോടും ഇത്ര പ്രയാസത്തോടും ഇത്രയും ബുദ്ധിമുട്ടോടും രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇനിയും എനിക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെയും ഞാൻ ചെയ്തു തന്നെ. പക്ഷേ ഇത്രയും ആളുകൾ ഒരുമിച്ചുള്ള സഹായം എനിക്ക് ആവശ്യമാണ്. വീണ്ടും ഈ പടക് വെള്ളത്തിലേക്ക് നീക്കണമെങ്കിൽ അതൊരു സാധാരണ കാര്യമല്ല. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഒരിക്കലും എനിക്ക് ചെയ്യാൻ കഴിയത്തില്ല. നീ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോ, ജനത്തെ കൊണ്ട് പോ എന്ന രീതിയിലേക്ക് നമ്മൾ സാധാരണമായിട്ട് പറയാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ ശിമോൻ യേശു പറയുന്നത് കേട്ട് അനുസരിച്ചു. അതിനുശേഷം അവിടെ 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന, യേശു അതിന്റെ മുകളിൽ കയറി നിന്ന് ജനത്തോട് സംസാരിക്കുകയിടയായി തീർന്നു. അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചേ. 4-ാം വാക്യം. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട്, ആ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീനെന്ന് പറഞ്ഞു. നോക്കണമേ, യേശു ആദ്യം എന്ത് പറഞ്ഞത്? അല്പം നീക്കണം. എന്തിനു വേണ്ടി? ജനത്തെ ഉപദേശിക്കാൻ വേണ്ടി, ജനത്തോട് സംസാരിക്കാൻ വേണ്ടി. ഓക്കെ, അത് ശിമോൻ അക്സെപ്റ്റ് ചെയ്തു, അത് ഉൾക്കൊണ്ടു. ഓക്കെ, ഇത്തരം ജനക്കൂട്ടം അവിടെ നിൽക്കുന്നത് കൊണ്ട് ആയിരിക്കും യേശു അങ്ങനെ പറഞ്ഞതെന്ന ഒരു ചിന്ത കൊണ്ട് തീർച്ചയായിട്ടും ശിമോൻ അത് അനുസരിച്ച് ശിമോൻ ചെയ്തു. പക്ഷെ അതിനുശേഷം ജനത്തോട് ഉപദേശിച്ചു, ജനത്തോട് സംസാരിച്ചു, ദൈവവചനം സംസാരിച്ച ശേഷം യേശുവിന് പോകാനുള്ള സാഹചര്യമാണ്. ഇനി അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വീണ്ടും ശിമോൻ പത്രോസിനോട് യേശു പറയുകയാണ്, വീണ്ടും ആഴത്തിലേക്ക് നീക്കി എന്താണ് പറയുന്നത്? മീൻപിടുത്തത്തിന് വല വലയിറക്കുവാനാണ് പറയുന്നത്. ഇറക്കുവീൻ. ഒരു വട്ടം അനുസരിച്ചു, ഒരു വട്ടം പടക് മുന്നോട്ട് നീക്കി. രണ്ടാമതും പടക് നീക്കാനാണ് യേശു പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഞാൻ ആദ്യമേ തൊട്ട് പറഞ്ഞൊരു കാര്യമാണ് ശിമോന്റെ അവസ്ഥ.
ശിമോൻ പത്രോസിന്റെ ജീവിത സാഹചര്യം എന്താണ്? വളരെ ശൂന്യതമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കയ്യിൽ ഒന്നുമില്ലാത്ത വേദനയോടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യമാണ്. നാളെ എന്താകുമെന്നുള്ളൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന സാഹചര്യമാണ്. എത്രയൊക്കെ ചെയ്തിട്ടും ഒരു ഫലപ്രാപ്തിയും ഇല്ലാതെ വേദനിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ശീമോൻ നിൽക്കുന്നത്. വീണ്ടും യേശു പറയാണ്, ഈ പടക് നീക്കാൻ. നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ, യേശുവേ, ഒരു വട്ടം നീ പറഞ്ഞു, നിനക്ക് ഉപദേശിക്കാൻ വേണ്ടിയുള്ള സാഹചര്യമാണ് ഞാൻ തന്നത്, എന്റെ പടക് ഞാൻ വിട്ടു തന്നു, ഇനി നിനക്ക് ഉപദേശം കഴിഞ്ഞു, നിന്റെ ദൈവജന സംസാരം കഴിഞ്ഞു, നിനക്ക് ഇനി മടങ്ങിപ്പോകാം, ഇത് ഞങ്ങളുടെ കാര്യമാണ്, ഞങ്ങളുടെ അവസ്ഥ സാഹചര്യമാണ്, ഞങ്ങളുടെ പടകാണ്, ഞങ്ങളുടെ അറിയാവുന്ന സാഹചര്യങ്ങളാണ്, ഇതൊന്നും നീ ഇടപെടണ്ട, നീ മടങ്ങിപ്പോകുക എന്ന് പറയാൻ സാധാരണമായിട്ടുള്ള എല്ലാ സാഹചര്യത്തിലും അങ്ങനെ സംഭവിക്കുന്ന കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് ഇത്രത്തോളം വേദന ഇരിക്കുന്ന ഒരു അവസ്ഥ, ഇത്രത്തോളം ഉള്ള വ്യത്യസ്തമായ സാഹചര്യത്തിൽ ഇരിക്കുന്ന ഒരു അവസ്ഥ, ആ സമയത്ത് ഒരിക്കലും നമുക്ക് അങ്ങനെ ചിന്തിക്കാനോ പറയാനോ എടുക്കാനോ സാഹചര്യമുള്ള കാര്യമല്ല. നമ്മൾ ആരും അങ്ങനെ ചെയ്യത്തില്ല. പക്ഷെ നോക്കണമേ, അതിലെ 5-ാം വാക്യം ഒന്ന് വായിച്ചേ. അതിന് ശീമോൻ, നാഥാ, ആ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, ആ എങ്കിലും നിന്റെ ആ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവിടെ പറയുന്നത്, നിന്റെ വാക്കിന് ഞാൻ ഞാൻ വലയിറക്കാം. വലയിറക്കാം. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, കർത്താവെ, അങ്ങയുടെ വാക്കിന് ഞാൻ ചെയ്യാൻ തയ്യാറാ. അങ്ങയുടെ വാക്കിന് ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറാ. അങ്ങ് എന്ത് പറയുന്നു അത് ചെയ്യാൻ ഞാൻ തയ്യാറാ. എൻ്റെ സാഹചര്യം വ്യത്യസ്തമായിരിക്കും. എൻ്റെ സാഹചര്യം അനുകൂലമല്ലായിരിക്കും. ഞാൻ വേദനയുടെ കൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കും. ഞാൻ പ്രതിസന്ധികൾ കൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കും. എൻ്റെ മുന്നിൽ ഒരു ഹോപ്പ്, ഒരു ഒരു ആശ, അല്ലെങ്കിൽ ഒരു 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 കാര്യവും എൻ്റെ മുന്നിൽ ഇല്ലായിരിക്കും. പക്ഷെ അതിൻ്റെ നടുവിലും ഞാൻ അങ്ങയുടെ വാക്ക് കേൾക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയും? എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, എൻ്റെ ഫ്രണ്ട് നോക്കുമ്പോൾ അതും ഒന്നുമില്ല, ഞാൻ ഒരു ഒരു ശൂന്യമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. പക്ഷേ അതിൻ്റെ നടുവിലും, യേശുവേ, അങ്ങയുടെ വാക്ക് ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് കഴിയുമോ? കർത്താവേ, അങ്ങയുടെ വാക്ക് കേൾക്കാൻ ഞാൻ അങ്ങയുടെ വാക്കിന് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നു. എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥ ഏതുമാവട്ടെ, ഏത് സാഹചര്യമാവട്ടെ, ഞാൻ അങ്ങയുടെ വാക്ക് കേൾക്കാൻ തയ്യാറാണ്. നോക്കണമേ, ശിമോൻ ആദ്യം പറഞ്ഞു പടക് മുന്നോട്ട് പോകാൻ, അത് കേട്ടു. രണ്ടാമത് വീണ്ടും പോകാൻ പറഞ്ഞു. അന്നേരം ശിമോൻ തയ്യാറാവുകയും ചെയ്യുന്നു. അങ്ങയുടെ വാക്കിന് ഞാൻ തയ്യാറാകും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കുമോ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധിയോ പ്രയാസമോ ബുദ്ധിമുട്ടോ ഒക്കെ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തോട് അകന്നു പോവുകയാണ് ചെയ്യുന്നത്? അതോ, ദൈവമേ, അങ്ങയുടെ വാക്ക് ആ സിറ്റുവേഷനിലും, ആ സമയത്തും, ആ ഒരു വേളയിലും, ആ ഒരു വേദനയുടെ നടുവിലും ഞാൻ അങ്ങയുടെ വാക്കിനും പ്രയോറിറ്റി കൊടുക്കും, പ്രഥമ സ്ഥാനം കൊടുക്കും എന്ന് പറയാൻ കഴിയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമുക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാം. കർത്താവെ, എൻ്റെ ജീവിതത്തിന്റെ വ്യത്യസ്ത അനുഭവങ്ങളിലും വ്യത്യസ്ത സാഹചര്യങ്ങളിലും ഞാൻ കടന്നു പോകുന്ന വഴികളിലും, കർത്താവെ, അങ്ങേക്ക് വേണ്ടി അങ്ങയുടെ വാക്ക് മാത്രമേ ഞാൻ കേൾക്കത്തുള്ളൂ. എൻ്റെ സാഹചര്യം എന്തുമാവട്ടെ, എൻ്റെ വേദന എന്തുമാവട്ടെ, എൻ്റെ പ്രയാസം എന്തുമാവട്ടെ, എൻ്റെ നിന്ന എന്തുമാവട്ടെ, ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കും, എനിക്ക് ആരും കൂടെ ഇല്ലായിരിക്കും, എന്നെ അറിയുന്നവരില്ലായിരിക്കും, എന്നെ മനസ്സിലാക്കുന്നവരില്ലായിരിക്കും, എന്നെ സ്നേഹിക്കുന്നവരില്ലായിരിക്കും, എൻ്റെ കൂടെ കൈത്താങ്ങ് തരുവാൻ ആരുമില്ലായിരിക്കും, എൻ്റെ കൈ പിടിക്കുവാൻ ആരുമില്ലായിരിക്കും. പക്ഷേ അങ്ങയുടെ വാക്കിന് മാത്രമേ ഞാൻ വില കൽപ്പിക്കുകയുള്ളൂ. അങ്ങയുടെ ശബ്ദത്തിന് മാത്രമേ ഞാൻ വില കൽപ്പിക്കുകയുള്ളൂ. അങ്ങയുടെ ഹിതത്തിന് മാത്രമേ ഞാൻ വില കൽപ്പിക്കുകയുള്ളൂ. അങ്ങയുടെ വോയിസ് മാത്രമേ എൻ്റെ മുന്നിൽ ഉള്ളൂ എന്ന് പറയാൻ ഇന്ന് ഇന്ന് എത്ര പേര് നമ്മുടെ മുന്നിലുണ്ട്? ഓ റബബോ ഷൈഖന രഗതനഗബ. അങ്ങയുടെ വാക്കിന് ഞാൻ വിലയിറക്കാം. അങ്ങയുടെ വാക്കിന് ഞാൻ ചെയ്യാം. കർത്താവ്, എൻ്റെ പ്രതിസന്ധി അല്ല എനിക്ക് വലുത്, എൻ്റെ പ്രയാസമല്ല എനിക്ക് വലുത്. ശിമോന്റെ ചിന്ത ഏതാ? എൻ്റെ പ്രയാസമല്ല എൻ്റെ വലുത്, എൻ്റെ ശൂന്യതയല്ല എനിക്ക് വലുത്, രാത്രി മുഴുവനും അധ്വാനിച്ചതല്ല എനിക്ക് വലുത്, ഞാൻ ജീവിതത്തിൽ സംഭവിച്ച എൻ്റെ നഷ്ടങ്ങളല്ല എനിക്ക് വലുത്, അങ്ങയുടെ വാക്ക എനിക്ക് വലുത്. ഇങ്ങനൊരു ചിന്ത നമുക്കുണ്ടോ? ഇങ്ങനൊരു സമർപ്പണം നമുക്കുണ്ടോ? നമ്മൾ പലപ്പോഴും നമ്മുടെ 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 പ്രതിസന്ധികളും നമ്മുടെ പ്രയാസങ്ങളുമാണ് നമ്മുടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഓ, എനിക്കിതിങ്ങനെ സംഭവിച്ചു, എനിക്ക് എങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് എനിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ല, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല, ഞാൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ എന്നൊക്കെ നമ്മൾ വലിയ വലിയ വാക്കുകളാണ് പറയുന്നത്. പക്ഷേ ഇതിന്റെ ആ ഒരു സന്ദർഭത്തിന്റെ ആ വേദനയുടെ നടുവിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റുമോ, കർത്താവേ, അങ്ങനെ വാക്ക് കേൾക്കാൻ പറ്റുമെന്ന്? ആ രോഗത്തിന്റെ ഇടയിൽ നിന്ന് തന്നെ പറയാൻ പറ്റുമോ? ഞാൻ വേദനിച്ചിരിക്കുന്ന സമയത്ത് തന്നെ പറയാൻ പറ്റുമോ, കർത്താവേ, ഞങ്ങളുടെ അങ്ങനെ വാക്ക് കേൾക്കാവുന്ന?
പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതോ എല്ലാം ഓക്കെ ആയിട്ട് ഞാൻ ചെയ്യാം, എല്ലാം ക്ലിയർ ആയിട്ട് ഞാൻ ചെയ്യാം, ഈ ഒരു കടമ്പ കടന്നിട്ട് ഞാൻ ചെയ്യാം, ഇതെല്ലാം മാറിക്കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം, എല്ലാം ഒരു സമാധാന രീതിയിൽ ആയിട്ട് ഞാൻ ചെയ്യാം, ഈ കാര്യങ്ങൾ കർത്താവെ എല്ലാം എൻ്റെ ലൈഫിൽ സുഗമമായിട്ട് നടന്നതിന് ശേഷം ഞാൻ ചെയ്യാം എന്നാണ് എല്ലാവരും തീരുമാനം എടുക്കുന്നത്. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ആ ഒരു സമയത്തിന്റെ ഇടയ്ക്കും ഒരു ഹോപ്പും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലും, ഒരു സാധ്യതകളും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലും, ഒരു അനുകൂലമല്ലാത്ത സാഹചര്യമാണെങ്കിൽ പോലും അവിടെയും കർത്താവേ, അങ്ങയുടെ വാക്കാണ് എനിക്ക് വലുത്, അങ്ങയുടെ പ്രവൃത്തിയാണ് എനിക്ക് വലുത്, അങ്ങയുടെ വഴിയാണ് എനിക്ക് വലുത്, അങ്ങയുടെ ആഗ്രഹമാണ് എനിക്ക് വലുത്, അങ്ങയുടെ ഹിതമാണ് എനിക്ക് വലുതെന്ന് പറയാൻ കഴിയുമോ? ഹല്ലേലൂയ. കർത്താവേ, അങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങളിൽ ഒന്ന് ജനിപ്പിക്കണമെന്ന് ഇന്ന് എത്ര പേർ പ്രാർത്ഥിക്കാൻ കഴിയും? എന്റെ പ്രയാസമല്ല എനിക്ക് വലുത്, എന്റെ വേദനയല്ല വലുത്, എന്റെ ഒറ്റപ്പെടലല്ല വലുത്, എനിക്ക് ആരും ഇല്ലാത്തതല്ല വലുത്, എനിക്ക് സ്നേഹമില്ലാത്തതല്ല വലുത്, എല്ലാത്തിന്റെയും നടുവിൽ അങ്ങയുടെ വാക്ക് മാത്രമാണ് എനിക്ക് വലുത്. ഈ ശിമോൻ പത്രോസിന് പ്രയോറിറ്റി കൊടുക്കാൻ ഒത്തിരി കാര്യമുണ്ട്. അവൻ വേദനിച്ച കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്, അവന്റെ പ്രയാസങ്ങൾ ഒത്തിരി ഉണ്ട്, അവൻ രാത്രി മുഴുവൻ അധ്വാനിച്ച കാര്യങ്ങൾ ഒത്തിരി ഉണ്ട് പറയാൻ. പക്ഷെ അതൊന്നുമല്ല അവിടെ പ്രയോറിറ്റി. അവൻ പറയുന്നത്, കർത്താവെ, അങ്ങയുടെ വാക്കിന്, അങ്ങയുടെ ഹിതത്തിന്, അങ്ങ് എന്ത് പറയുന്നോ അത് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ അങ്ങനെ ഒരു ചിന്തകളിലേക്ക് നമ്മളെ വരുത്തുവാൻ നമ്മളെ സഹായിക്കണം. നമുക്ക് അങ്ങനെ ഒരു സമർപ്പണം വേണം. കർത്താവേ, ഞാൻ ആയിരിക്കുന്ന സിറ്റുവേഷൻ അത് മാറുവോ മാറാതിരിക്കുവോ, അത് എന്തുമാവട്ടെ, ഏത് സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോകുന്നത്, ഏത് നിലകളിൽ കൂടെ കടന്നു പോകുന്നത്, വേദന മാത്രമായിരിക്കും, സങ്കടം മാത്രമായിരിക്കും, നിന്ദ മാത്രമായിരിക്കും, പരിഹാസം മാത്രമായിരിക്കും, ഒറ്റപ്പെടൽ മാത്രമായിരിക്കും. പക്ഷേ അതിൻ്റെ നടുവിലും കർത്താവെ, അങ്ങേ വിട്ടുള്ളൊരു ജീവിതമില്ല, അങ്ങേ പിരിഞ്ഞുള്ളൊരു ജീവിതമില്ല, അങ്ങയുടെ വാക്ക് മറത്തൊരു ജീവിതമില്ല, അങ്ങേ മറന്നുള്ളൊരു ജീവിതമില്ല എന്ന് പറയുവാൻ. ഓരബാ ഷൈഖനഗദനഗബാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ വരട്ടെ, അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. ശിമോൻ പറയാണ്, കർത്താവേ, അങ്ങയുടെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന്. നമുക്കറിയാം, വളരെ സുപരിചിത വാക്യമാണ് അതിന്റെ 6-ാം വാക്യം. അങ്ങനെ ചെയ്തപ്പോൾ ആ അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത ആ മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. നോക്കണമേ, അവർ അങ്ങനെ ചെയ്തപ്പോൾ ഏത് വാക്ക് നമ്മൾ കേട്ടോ, യേശുവിന്റെ വാക്ക് കേട്ടോ, അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ വല കീറുവാറാകുവോളും വലിയൊരു പെരുത്ത മീൻകൂട്ടം ശിമോന്റെ പടകിൽ, ശിമോന്റെ വലയ്ക്കകത്ത് നിറയുവാൻ ഇടയായി തീർന്നു. കുറച്ചു സമയം വരെ മുമ്പ് കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥയായിരുന്നു, വളരെ ശൂന്യമായിട്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു ശിമോന്റെ പടകും ജീവിതവും. വളരെ സങ്കടത്തോടെ ഇരിക്കുന്ന ജീവിതമായിരുന്നു. ഒരു വട്ടം യേശു പറഞ്ഞു നീക്കാൻ, പടക് നീക്കാൻ, അന്നേരം യേശു പറഞ്ഞത് ശിമോൻ അനുസരിച്ചു. രണ്ടാമത് വീണ്ടും ആഴത്തിലേക്ക് നീക്കാൻ പറഞ്ഞു, അതും ശിമോൻ അനുസരിച്ചു. ശൂന്യതയെ മാറ്റി ഒരു നിറവിന്റെ അവസ്ഥയിലേക്ക് ശിമോനെ യേശുവിന്റെ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ ശിമോന്റെ ജീവിതം മാറുവാനിടയായി തീർന്നു. കുറച്ചു സമയം മുമ്പ് വരെ ഒന്നുമില്ലാതിരുന്ന അവസ്ഥ, കഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ, വളരെ വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ. പക്ഷേ ഈ ഈ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, യേശുവിന്റെ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ, പൂർണ്ണമായിട്ടൊരു നിറവിന്റെ അവസ്ഥയിലേക്ക്, ശൂന്യത മാറിയിട്ട് ഒരു അനുഗ്രഹത്തിന്റെ അവസ്ഥയിലേക്ക് ശിമോന്റെ ജീവിതം മാറുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നമ്മൾ യേശുവിന്റെ വാക്ക് കേൾക്കുമ്പോൾ, നമ്മൾ ആ വഴിയിൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലും വാക്ക് കേൾക്കുവാൻ തയ്യാറാകുമ്പോൾ, നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ ഒന്ന് വ്യത്യസ്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ, നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത്, നമ്മൾ ആഗ്രഹിക്കാത്ത സ്ഥാനത്ത്, ശിമോൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത് കാണത്തില്ല അവിടെ അങ്ങനെ ഒരു പെരുത്ത മീൻകൂട്ടം ഉണ്ടോന്ന്. അവന്റെ ചിന്തകൾക്കും അവന്റെ വിചാരങ്ങൾക്കും അതീതമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. പലപ്പോഴും നമ്മുടെ ജീവിതം അങ്ങനെയാണ്. നമ്മൾ വാക്ക് കേൾക്കാൻ തയ്യാറാണെങ്കിൽ, നമ്മൾ ആ ഒരു വേദനയുടെ നടുവിലും ആ ഒരു പ്രയാസത്തിന്റെ നടുവിലും ആ ആ ഒരു ഹോപ്പുമില്ലാത്ത സമയത്ത് നമ്മൾ വാക്ക് കേൾക്കാൻ തയ്യാറാണെങ്കിൽ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഹല്ലേലൂയ. എത്ര പേർക്കിന്ന് വിശ്വാസമുണ്ട്, കർത്താവ്, എൻ്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാകും. ഞാൻ എല്ലാ സമയത്തും എൻ്റെ ശൂന്യതയിലും ഞാൻ അങ്ങയുടെ വാക്ക് കേൾക്കും. അങ്ങനെ ഒരു തീരുമാനം പറ്റുമോ? അങ്ങനെ ഒരു ആഗ്രഹം പറ്റുമോ? അങ്ങനെ ഒരു നിർണയം പറ്റുമോ? കർത്താവെ, ആ ആ അവസ്ഥയിലും ഞാൻ അങ്ങയുടെ വാക്ക് കേൾക്കാം.
ഒരിക്കലും സാഹചര്യങ്ങൾ അനുകൂലമല്ലായിരുന്നു ഷിമോന്റെ. ഒരിക്കലും ഒരിക്കലും താൻ ചെയ്ത പ്രവർത്തികൾക്ക് അനുസരിച്ച് നോക്കുവാണെങ്കിൽ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാനേ ചാൻസ് ഇല്ല. പക്ഷേ അതിൻ്റെ നടുവിലും യേശു അത്ഭുതം ചെയ്തു. നമ്മുടെ ജീവിതം യേശു അത്ഭുതം ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഏത് സാഹചര്യമാവട്ടെ, ഏത് പ്രതിസന്ധി ആവട്ടെ, ഏത് വേദനയാവട്ടെ, അവിടെ അത്ഭുതം ചെയ്യുവാൻ തക്കവണ്ണമുള്ള ആ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേനെ, ഇവിടെ ഇപ്പോൾ ശിമോന്റെ പടക് പൂർണ്ണമായിട്ട് മത്സ്യം പൂർണ്ണമായിട്ട് പടകും വലയും നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. പൂർണ്ണമായിട്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. നമ്മൾ ആദ്യത്തെ ഭാഗം വായിക്കുമ്പോൾ, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരണം. ആദ്യത്തെ ഭാഗം വായിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചേ, യേശു ശിമോൻ പത്രോസിന്റെ പടകിന്റെ അരികിലേക്ക് വരുന്ന സമയത്ത് ആ പടക് കാണുമ്പോൾ, ആ ഗെനസരത്ത് തടാകത്തിന്റെ കരയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചേ, ആ ശിമോന്റെ പടക് നിറച്ച് മീനുകളാ, മത്സ്യമാ. അവന്റെ വലയും അവന്റെ പടക് നിറച്ച് മത്സ്യമാ. അതിൽ ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ, ഒരു സ്ഥലം പോലും ഇല്ലാതെ നിറഞ്ഞ് മത്സ്യം ഇരിക്കുന്ന ഒരു അവസ്ഥയാ യേശു അവിടെ കടന്നു വരുമ്പോൾ. അങ്ങനെ ഒരു അവസ്ഥയിൽ യേശുവിന് ആ പടകിനകത്ത് കയറാൻ പറ്റൂ? ആ പടകിലിന്റെ മുകളിലേക്ക് കയറി നിൽക്കാൻ പറ്റൂ? ആ പടകിന് മുകളിൽ കയറി ജനത്തെ ഉപദേശിക്കാൻ പറ്റുമോ? ആ പടകിന് മുകളിൽ കയറി ദൈവജനം സംസാരിക്കാൻ പറ്റുമോ? ആ പടകിന്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ഒരിക്കലും ഒരു സാഹചര്യമില്ല. എപ്പോൾ ആ പടകം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ യേശു അവിടെ ആ ഗെനസരത്ത് തടാകത്തിന്റെ കരയിൽ അടുക്കൽ വരുമ്പോൾ ആ ശിമോന്റെ പടകിൽ, അവിടെയുള്ള പടക് പൂർണ്ണമായിട്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന മത്സ്യമായിട്ട്, മീനുകളായിട്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ യേശുവിന് ഒരിക്കലും ആ ശിമോന്റെ പടകിൽ കയറാൻ സാധിക്കത്തില്ല. ആ പടകിൽ കയറി നിന്ന് ദൈവവചനം സംസാരിക്കാൻ സാധിക്കത്തില്ല. ആരെയും ഉപദേശിക്കാൻ സാധിക്കില്ല. ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ എപ്പോൾ ആ പടക് കാലിയായോ, എപ്പോൾ ശിമോന്റെ ജീവിതത്തിൽ ഒരു ശൂന്യത സംഭവിച്ചു, എപ്പോൾ ശിമോന്റെ ജീവിതത്തിൽ ഒരു എക്സ്പെക്ടേഷൻ, തൻ്റെ 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 സാഹചര്യങ്ങൾക്ക് അനുകൂലമല്ലാത്ത കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ വന്നപ്പോൾ യേശുവിന് ആ പടകിലേക്ക് കയറാൻ കഴിഞ്ഞു. യേശുവിന് ആ പടകിൽ കയറുവാൻ കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ചിന്തിക്കുക. ചില സാഹചര്യങ്ങൾ നമ്മൾ കടന്നു പോകുന്നത്, ചില പ്രതിസന്ധികൾ നമ്മൾ കടന്നു പോകുന്നത്, ചില ശോധനകളിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നത്, ചില വേദനയിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നത്, ചില ഇല്ലായ്മയിൽ കൂടെ കടന്നു പോകുന്നത്, ചില ശൂന്യത ജീവിതത്തിൽ സംഭവിക്കുന്നത്, ചില ഒറ്റപ്പെടലുകൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് യേശുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിന്തിച്ചോ, ആ പടക് നിറച്ച് മത്സ്യമാണെങ്കിൽ, ആ പടക് നിറച്ച് മത്സ്യമാണെങ്കിൽ ഒരിക്കലും യേശുവിന് അവിടെ കയറാൻ സാധിക്കത്തില്ല. എപ്പോൾ അത് ശൂന്യമായി കിടന്നോ, അവിടെയാണ് യേശുവിനെ എൻ്റർ ചെയ്യുവാൻ, യേശുവിൻ്റെ പാദങ്ങൾ അവിടെ വെക്കുവാൻ, യേശുവിന് ശിമോന്റെ ജീവിതത്തിലേക്കും ആ പടകിലേക്ക് കയറുവാനുള്ളൊരു അവസരം ലഭിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും അതാണ് ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്. ചില ശൂന്യതയിൽ കൂടെ കടന്നു പോകുമ്പോൾ, ചില ഇല്ലായ്മയിൽ കടന്നു പോകുമ്പോൾ, ചില ഒറ്റപ്പെടൽ കടന്നു പോകുമ്പോൾ ചിന്തിച്ചോ, ദൈവത്തിന് എന്തോ ഒരു പദ്ധതി നമ്മളെ കുറിച്ചുണ്ട്, എന്തോ ഒരു പദ്ധതി നമ്മളെ കുറിച്ചുണ്ട്. ചില അഭേദ്യമായ ബന്ധം പുതുക്കുവാനും ആ ഒരു ബന്ധം സ്ഥാപിക്കുവാനും ഒന്ന് എൻ്റർ ചെയ്യുവാനും നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ആ പ്രശ്നത്തിലേക്ക് യേശുവിനൊന്ന് കടന്നു വരുവാനും, യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാനും കർത്താവേ ആ ഒരു വഴിയാണെന്ന് മനസ്സിലാക്കി തീർക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പിറുപിറുക്കുന്ന അവസ്ഥയാണ് വരുന്നത്. അയ്യോ, എന്തുകൊണ്ട് എന്നെ സംഭവിക്കും, എന്തുകൊണ്ട് ഇങ്ങനെ ആയിത്തീരുന്നു, ഇത് മാത്രം എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഇത് ഇങ്ങനെ സംഭവിക്കുന്നു, പലപ്പോഴും ചിന്തിക്കുന്ന ആളുകളാണ്. പക്ഷേ ചിന്തിക്കുക, വളരെ വ്യക്തമായിട്ട് ചിന്തിക്കുക, യേശുവിനെ അവിടേക്ക് കടന്നു വരുവാനുള്ളൊരു മാർഗമാണ്. യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക്, യേശുവായിട്ടുള്ള ബന്ധം കുറച്ചുകൂടെ ആഴമായിട്ട് സ്ഥാപിക്കുവാൻ, കുറച്ചുകൂടെ ആഴമായിട്ട് യേശുവിൻ്റെ സ്നേഹം കുറച്ചുകൂടെ ആഴമായിട്ട് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും, യേശുവിൻ്റെ വഴിയിൽ കൂടെ നടക്കുവാനും, യേശുവായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ആഴമായിട്ട് മാറുവാനുള്ള ഒരു സാഹചര്യം, ഒരു അവസരമാണത്. പ്രിയമുള്ളവരെ, ശൂന്യത കണ്ട് പേടിക്കണ്ട, പ്രയാസം കണ്ട് പേടിക്കണ്ട, വേദന കണ്ട് തീർന്നു പോയെന്ന് ചിന്തിക്കേണ്ട. യേശുവിന് നിങ്ങളെക്കുറിച്ച് എന്തോ ചെയ്യുവാനുണ്ട്. യേശുവിന് നിങ്ങളുടെ പടകിലും നിങ്ങളുടെ ജീവിതത്തിലും എന്തൊക്കെയോ ചെയ്യാനുണ്ട്. ചിലർക്ക് ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ, ചിലർക്ക് വിടുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ, ചിലർക്ക് ഒരു വ്യത്യസ്ത അനുഭവത്തിലേക്ക് കടന്നു പോകാനുള്ള ചില പ്രവർത്തികൾ നിങ്ങൾ കൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു അവസ്ഥയിൽ കൂടെ നിങ്ങളെ കടത്തിവിടുന്നത്.
ശിമോന്റെ പടകിൽ നിറച്ച് മത്സ്യമാണ്, ഒരിക്കലും യേശുവിന് അവിടെ കയറാൻ സാധിക്കത്തില്ല. പക്ഷെ എപ്പോൾ ശൂന്യത ശിമോൻ പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചോ, ഇല്ലായ്മ സംഭവിച്ചോ, വേദന സംഭവിച്ചോ, ഒന്നുമില്ലാത്ത അവസ്ഥ സംഭവിച്ചോ, യേശുവിന് അവിടേക്ക് കയറുവാനും യേശുവിന് അവിടെ സംസാരിക്കുവാനും ശിമോനോട് സംസാരിപ്പാനും ശിമോന്റെ പടകിലേക്കും ഹൃദയത്തിലേക്കും ഒന്ന് കടന്നു ചെല്ലുവാനും യേശുവിന് ഒരു അവസരം ലഭിച്ചു. ഓ റബബ ഷൈഖനഗദനഗബ. പ്രിയമുള്ളവരെ, Praise the Lord ചിന്തിക്കുക. Jesus. നമ്മുടെ ജീവിതത്തില് ചില അവസരങ്ങളാണിത്, ചില 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 സാഹചര്യങ്ങളാണിത്. കുറച്ചുകൂടെ ഇത്ര നാൾ ചെയ്തതുപോലെയല്ല ഈ ഒരു പ്രയാസം കടന്നു വന്നത്, ഈ ഒരു വേദന കടന്നു വന്നത്. ഇത് ചെറുതായിട്ടുള്ള കാര്യമല്ല. ചില ബന്ധം കുറച്ചുകൂടെ സ്ഥാപിക്കാൻ വേണ്ടിയാണ്, യേശുമായിട്ടുള്ള കർത്താവുമായിട്ടുള്ള ഒരു കുറച്ചുകൂടെ അടുപ്പം കുറച്ചുകൂടെ ആഴമായിട്ട് ദൈവത്തിലേക്ക് ഒന്ന് ഇറങ്ങുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഒരു ബന്ധം സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് കാണുക അതിനെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരാജയങ്ങളോ ശൂന്യതകളോ ഇല്ലായ്മകളോ വേദനകളോ ഒരിക്കലും നിങ്ങൾ തീർന്നു പോയെന്നോ അസ്തമിച്ചു പോയെന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത്. കർത്താവിന് പണിയുവാനും ബലപ്പെടുത്തുവാനും ചില നന്മകൾ തരുവാനുള്ള ചില വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാനുമുള്ള ഒരു അവസരമായിട്ട് അതിനെ കാണുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ 6-ാം വാക്യം കൊണ്ടൊന്ന് വായിക്കാമോ? ആ, അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത ആ മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. ആ അവർ ആ മറ്റേ അതിനടുത്ത് പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ ഉം വന്ന് പടക് രണ്ട് മുങ്ങുമാറാകുവോളം നിറച്ചു. നോക്കണേ, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നമ്മള് ശിമോൻ പത്രോസിന്റെ പടക് നിറഞ്ഞു, അതിന്റെ വല കീറാറായി. അതിനുശേഷം അതിന്റെ അടുത്ത ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവർ അടുത്തുള്ള കൂട്ടാളികളോടെ, അവിടെ സുഹൃത്തുക്കളെ കൂടെ മറ്റു പടകളുള്ളവരെ കൂടെ വിളിച്ചു. ആ പടകും വന്നു, ആ പടകും നിറഞ്ഞു, മുങ്ങുമാറാകുവോളം. അതും മുങ്ങുവാറോളം അതും നിറഞ്ഞു. Amen. ഹല്ലേലൂയ, So, ഹല്ലേലൂയ. praise the Lord Jesus. നോക്കണമേ, ഒരു വ്യക്തി ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിച്ചപ്പോൾ അതിന്റെ അനുഗ്രഹം ശിമോനും മാത്രമുള്ളതല്ലായിരുന്നു. ശിമോനിൽ Amen. കൂടെ Hallelujah. So, അവന്റെ കൂട്ടാളികൾ കൂടെ അനുഗ്രഹം പ്രാപിക്കാൻ കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോൾ ശിമോൻ തന്റെ യേശുവിന്റെ വാക്ക് കേട്ടനുസരിക്കാൻ തയ്യാറായോ, ആ സമയം അനുഗ്രഹവും ബ്ലെസ്സിങ്സും അവന്റെ ജീവിതത്തിൽ മാത്രമല്ല, അവനിൽ കൂടെ മറ്റു ചിലരുടെ അനുഗ്രഹം പ്രാപിപ്പാൻ, അവരുടെ പടകൂടെ, അവരുടെ വല കൂടെ, അവരുടെ ഹൃദയം കൂടെ നിറയുവാൻ ആ വാക്ക് മൂലം സാധിച്ചു. Amen. Praise the Lord Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. Amen. പലപ്പോഴും ഒന്ന് ചിന്തിച്ച്, നമ്മള് നമ്മൾ കർത്താവിന്റെ വഴി നടക്കുകയും കർത്താവിന്റെ വാക്ക് കേട്ട് അനുസരിച്ച് കഴിഞ്ഞാൽ ചില അനുഗ്രഹങ്ങളും നന്മകളും നമുക്ക് വേണ്ടിയുള്ളത് മാത്രമല്ല, നമ്മൾ കൂടെ മറ്റു ചിലരോട് അനുഗ്രഹിക്കപ്പെടാനുള്ളതാ. Amen. So, ഹല്ലേലൂയ. മറ്റു ചിലരുടെ നന്മകൾ പ്രാപിക്കാനുള്ളവരാ, മറ്റു ചിലർ കൂടെ കൈത്താങ്ങൽ കൊടുക്കാൻ വേണ്ടിയുള്ളതാ, മറ്റു ചിലരുടെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയുള്ളതാ, മറ്റു ചിലരുടെ ഹൃദയവും മനസ്സും അവരുടെ പടകും നിറയ്ക്കാൻ വേണ്ടിയുള്ളതാ. എത്ര പേർക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്? കർത്താവെ, അങ്ങയുടെ amen. വാക്ക് കേട്ട് അനുസരിച്ച് കഴിഞ്ഞാൽ ആ അനുഗ്രഹത്തിന്റെ ആ നന്മയുടെ അംശം എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എൻ്റെ കുടുംബത്തിലെ എൻ്റെ കൂട്ടുസഭക്കാരെ, എൻ്റെ കൂടെയുള്ളവരെ, എൻ്റെ ചുറ്റും നിൽക്കുന്നവരെ, അവരിൽ കൂടെ ആ അനുഗ്രഹം കൈമാറുവാൻ തക്കവണ്ണമുള്ള ഒരു അനുഗ്രഹമായിട്ട് എന്നെ മാറ്റണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? Amen. So, ചിലത് hallelujah. ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല ദൈവം ചെയ്യുന്നത്, നമ്മളിൽ കൂടെ മറ്റു ചിലർക്ക് വേണ്ടിയുള്ളതുണ്ട്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, ഈ ശിമോൻ യേശുവിന്റെ വാക്ക് കേട്ട് അനുസരിച്ചില്ലായിരുന്നെങ്കിലോ? ഒന്നാമത് പടക് ഞാൻ തരത്തില്ല, Amen. ഇത് ചെയ്യാൻ ഞാൻ കഴിയത്തില്ല, ഈ വലയിറക്കാൻ ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, എനിക്ക് എൻ്റെ പടകിൽ ഒന്നും ചെയ്യണ്ട, ഞാൻ ഇത്രയും വേദനിച്ചിരിക്കുന്ന, പ്രയാസപ്പെട്ടിരിക്കുന്ന, കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാ, ഈ ഒരു അവസ്ഥയിൽ എൻ്റെ പടകിൽ ഞാൻ ഇനി പറയുന്ന വാക്ക് കേൾക്കത്തില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, ഷീമോന്റെ ജീവിതത്തിലും ആ ഒരു അനുഗ്രഹം പ്രാപിക്കാൻ കഴിയത്തില്ല. ഷീമോനിൽ കൂടെ മറ്റുള്ളവരുടെ അനുഗ്രഹവും ഷീമോൻ തടയുമായിരുന്നു. ഷീമോൻ കേട്ടനുസരിച്ചില്ലായിരുന്നെങ്കിൽ, വാക്ക് കേട്ടനുസരിച്ചില്ലായിരുന്നെങ്കിൽ, ഷീമോന്റെ ജീവിതത്തിലും ഷീമോന്റെ പടക് നിറയത്തില്ലായിരുന്നു, ഷീമോന്റെ കൂടെയുള്ളവരുടെ പടക് നിറയത്തില്ലായിരുന്നു.
Amen. എപ്പോൾ ശിമോൻ അനുസരിച്ചോ, യേശുവിന്റെ വാക്ക് കേട്ടോ, അതേപോലൊക്കെ ചെയ്തോ, അപ്പോൾ അവന്റെ പടകും അവന്റെ കൂടെയുള്ള കൂട്ടാളികളുടെ പടകും നിറയുവാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം അങ്ങനെയാണ്. നമ്മൾ കേട്ടനുസരിച്ചില്ലെങ്കിൽ, നമ്മൾ യേശുവിന്റെ വഴി നടന്നെങ്കിൽ, നമ്മൾ കൂടെ ചിലരുടെ അനുഗ്രഹം കൂടെ നഷ്ടപ്പെടുത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കും അനുഗ്രഹം ലഭിക്കുകയില്ല, നമുക്ക് നന്മ ലഭിക്കുകയില്ല. നമ്മൾ കൂടെ ചിലർക്കൂടെ അനുഗ്രഹം തടസ്സമാകാൻ നിൽക്കുന്ന രീതിയിലേക്ക് നമ്മുടെ വാക്കുകൾ തെറ്റായി കഴിഞ്ഞാൽ, നമ്മൾ യേശുവിന്റെ വാക്ക് തെറ്റായി കഴിഞ്ഞാൽ, യേശുവിന്റെ വാക്ക് കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ, യേശുവിന്റെ വാക്കിൽ കൂടെ ആ ആ ആ പാതയിൽ കൂടെ നടക്കാൻ തയ്യാറായില്ലെങ്കിൽ, നമ്മൾ കൂടെ അനുഗ്രഹം പ്രാപിക്കേണ്ട ചിലരുടെ നന്മകളുടെ നമ്മൾ മൂലം തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അനുഗ്രഹം കൈമാറുവാൻ തക്കവണ്ണമുള്ള, അനുഗ്രഹം നന്മകളെ കൈമാറുവാൻ തക്കവണ്ണമുള്ള ഒരു ഹൃദയമുള്ളവരായി, ഒരു സമർപ്പണമുള്ളവരായി, ഒരു 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 യേശുവിന്റെ വാക്ക് കേൾക്കുന്നവരെ മാറുവാൻ നമുക്ക് തയ്യാറാവട്ടെ. നോക്കണമേ, ഇപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ശിമോൻ പത്രോസിന്റെ പടക് നിറഞ്ഞു, അവന്റെ വല നിറഞ്ഞു, അവന്റെ കൂടെയുള്ള എല്ലാവരുടെയും പടക് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ പൂർണ്ണമായിട്ട് സന്തോഷിക്കുമുള്ള അവസ്ഥ. കുറച്ചു നേരം മുമ്പ് ദുഃഖമായിരുന്നു, പ്രയാസമായിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ചോദ്യചിഹ്നത്തോടെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന്റെ അവസ്ഥയാണ്. സാധാരണയായിട്ട് അവർ ചിന്തിച്ചു കാണും, കുറച്ച് നാളത്തേക്ക് ഇനിയിപ്പം ജോലിയും കാര്യങ്ങളും ഒന്നും ചെയ്യണ്ട, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, ഇനി ഇത്രയും മീനുകൾ ഉണ്ടല്ലോ, അതിനെയൊക്കെ വിറ്റ് അതിനെയൊക്കെ മറ്റു പല ബിസിനസ് ചെയ്ത് അവർക്ക് കുറച്ച് നാളത്തേക്ക് ഒരു കാര്യവും ചെയ്യാതെ വളരെ സുഖമായിട്ട് അവർക്ക് ജീവിക്കാം, ഒരു കുഴപ്പവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, പ്രയാസമില്ല, വലിയ വലിയ പ്ലാനുകളും ഒക്കെ ചിന്തിച്ചാണ്. സാധാരണയായിട്ട് നമ്മുടെ ജീവിതത്തിൽ അതുപോലെ ഒരു നന്മയോ ഒരു അനുഗ്രഹമോ ഒക്കെ വരുമ്പോൾ നമ്മൾ വലിയ പ്ലാനുകളും പദ്ധതികളും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, സാധാരണമാണ്. അതേപോലെ ശിമോന് ചെയ്തു കാണും. ഇനി ഇനി കുറച്ച് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ അവൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള വലിയ കാര്യങ്ങൾ ചിന്തിച്ചു കാണും. കാരണം ഇപ്പോൾ നിറച്ചു മത്സ്യമാണ്, ഇപ്പോൾ ഒന്നിന് കുറവില്ല, ഒരു 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 പ്രയാസമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, എല്ലാം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയോ, ഇപ്പൊ ശൂന്യത ഒന്നുമില്ല. ആ സമയത്ത് ഈ നിറവിന്റെ അവസ്ഥയില്, ഈ എല്ലാം ഉള്ള സാഹചര്യത്തില്, ഈ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത്, കുറച്ചു മുമ്പേ ശൂന്യമായിട്ടിരിക്കുന്ന സമയത്ത് യേശുവിന്റെ വാക്ക് കേട്ടു. ഇപ്പോൾ എല്ലാം ഉള്ള അവസ്ഥയാ. ഇപ്പൊ അവന് സങ്കടമൊന്നുമില്ല. അവൻ പ്രതീക്ഷിച്ചതിലും നനച്ചതിലും അധികമായിട്ട് ഒരു ബ്ലെസ്സിങ് അവന്റെ ജീവിതത്തിൽ ലഭിച്ചു. ഇപ്പോൾ യേശുവിന്റെ വാക്ക് ശിമോൻ കേൾക്കൂ. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ശിമോൻ യേശുവിന്റെ വാക്ക് കേട്ടു. ഇപ്പോൾ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ യേശുവിന്റെ വാക്ക് ശിമോൻ കേൾക്കൂ. വായിക്കാം അതിന്റെ 10ഉം 11 വാക്യം. ശീമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സബദി മക്കൾക്കും ഔവണ്ണം തന്നെ യേശു ശീമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകുമെന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ടവനെ അനുഗമിച്ചു. ഹല്ലേലൂയ. എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? ലാസ്റ്റ് വാക്യത്തിൽ സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ചു. സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ചു. സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ചു. അവന്റെ പടക് അവൻ മറന്നു, അവന്റെ വല അവൻ മറന്നു, അവൻ നിറഞ്ഞിരിക്കുന്ന മത്സ്യം അവൻ മറന്നു. എല്ലാം മറന്നിട്ട് യേശുവിനെ പിന്നാലെ പോകാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, എല്ലാം ഉള്ള അവസ്ഥ, സന്തോഷമുള്ള അവസ്ഥ, നിറഞ്ഞിരിക്കുന്ന അവസ്ഥ, ആ സമയത്തും യേശുവിന്റെ വാക്ക് കേൾക്കാൻ ശിമോൻ തയ്യാറായി. ചിന്തിച്ചോണേ, രണ്ടവസ്ഥ ശിമോന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒന്ന്, ശൂന്യമായിട്ടിരിക്കുന്ന അവസ്ഥ, ഒന്നുമില്ലാത്ത അവസ്ഥ, ഒരു ഹോപ്പുമില്ലാത്ത അവസ്ഥ. അപ്പോഴും യേശുവിന്റെ വാക്ക് കേൾക്കാൻ ശിമോൻ പത്രോസ് തയ്യാറായി. രണ്ടാമത്, എല്ലാം ഉള്ള അവസ്ഥ, നിറഞ്ഞിരിക്കുന്ന അവസ്ഥ, ഒരു പ്രയാസമില്ല, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടിരിക്കുന്ന അവസ്ഥ. ആ സമയത്തും യേശുവിന്റെ വാക്ക് കേൾക്കാൻ തയ്യാറായി. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിലെ രണ്ടവസ്ഥയിലും യേശുവിന്റെ വാക്ക് കേൾക്കാൻ തയ്യാറാണോ? നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും യേശുവിന്റെ വാക്ക് കേൾക്കാൻ തയ്യാറാവണം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. കർത്താവേ, ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും
അത് ഉയർച്ചയാവട്ടെ, താഴ്ചയാവട്ടെ, നിന്നയാവട്ടെ, പരിഹാസമാവട്ടെ, സന്തോഷമാവട്ടെ, എപ്പോഴും അങ്ങയുടെ വാക്ക് ഞാൻ കേൾക്കാം. അങ്ങയുടെ വാക്കിനെ ഞാൻ പ്രയോറിറ്റി, അങ്ങയുടെ ഹിതത്തിന് ഞാൻ എനിക്ക് പ്രയോറിറ്റി. ഇന്ന് എത്ര പേർക്ക് അങ്ങനെ പറയാൻ സാധിക്കും? ആമേൻ. ഷിമോന് വേണമെങ്കിൽ പറയാം, യേശുവേ, ഞാൻ കുറച്ച് നാൾക്ക് ശേഷം അങ്ങയുടെ പിന്നാലെ വരാം, കുറച്ച് നാൾക്ക് ശേഷം അങ്ങയുടെ വാക്ക് കേൾക്കാം. എൻ്റെ 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 പടകിൽ ഇത്രയും മത്സ്യമുണ്ട്, ഇത്രയും കാര്യങ്ങളുണ്ട്, ഇത്രയും ജീവിതത്തിൽ എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് എനിക്ക് ലഭിച്ചത്. അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒന്ന് സെറ്റിൽമെന്റ് ചെയ്തിട്ട് ഞാൻ പിന്നീട് വന്നിട്ട് യേശുവെ അങ്ങയുടെ പിന്നാലെ വരാം എന്നല്ല പറഞ്ഞത്. സകലവും വിട്ട് യേശുവിന്റെ പിന്നാലെ. അവന് നോക്കുമായിരുന്നെങ്കിൽ അവന് മത്സ്യം വലുതായിരുന്നു, അവന്റെ പടക് വലുതായിരുന്നു, അവന്റെ 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 വല വലുതായിരുന്നു. അതൊക്കെ നോക്കി അവിടെ നിൽക്കാനുള്ള സാഹചര്യവും അവസ്ഥയും ഇപ്പോൾ അവനുണ്ടായിരുന്നു. പക്ഷെ അവന്റെ ജീവിതത്തിലെ പ്രയോറിറ്റി യേശുവിന്റെ വാക്കായിരുന്നു. ഇന്ന് എത്ര പേർക്ക് യേശുവിന്റെ വാക്കിന് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റും? എനിക്ക് മനസ്സിലായത്, ഷിമോന് ഒരു കാര്യം മനസ്സിലായി. ഷിമോൻ ഒരു കാര്യം മനസ്സിലായി. ഞാൻ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഒന്നുമില്ലാത്തവനായിരുന്നു. കുറച്ച് സമയത്തിന് മുൻപ് ഒരു ശൂന്യതയുള്ള വ്യക്തിയായിരുന്നു. കുറച്ച് സമയത്തിന് മുമ്പ് ഞാൻ വേദനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എപ്പോൾ യേശു എൻ്റെ അടുക്കൽ വന്നോ, അന്നേരമാണ് എനിക്ക് എന്തെങ്കിലും ഉണ്ടായത്. ആ യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കാനും ഞാൻ തയ്യാറാവും. ഇന്ന് പലകാലം അങ്ങൊരു ചിന്ത എത്ര പേർക്കുണ്ട്? കർത്താവേ, അങ്ങ് തന്നതാ, അങ്ങയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാ. ശിമോൻ ചിന്തിച്ചു കാണും, കർത്താവേ, ആ വാക്ക് കേട്ട് അനുസരിച്ചുകൊണ്ടാണ് എനിക്ക് നിറച്ച ഈ മീൻ എൻ്റെ പടകിൽ, എൻ്റെ വലയിൽ ലഭിച്ചത്, എൻ്റെ പടകിൽ ലഭിച്ചത് ചിന്തിച്ചിട്ടുണ്ടാവാം. അത് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാവും. എൻ്റെ മിടുക്കുകൊണ്ടും ശിമോന്റെ സ്വന്തം മിടുക്കുകൊണ്ടും കഴിവുകൊണ്ടും പ്രാപ്തി കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ യേശുവിന്റെ വാക്ക് കേട്ട് ചെയ്തപ്പോൾ ആ യേശുവിന്റെ വാക്ക് വീണ്ടും കേൾപ്പാനും അത് വിട്ടുകൊടുക്കാനും ശിമോൻ തയ്യാറായി. പ്രിയമുള്ളവരെ, നമുക്കങ്ങനെ ഒരു മനസ്സുണ്ടോ? നമുക്ക് അങ്ങനെ ഒരു ഹൃദയമുണ്ടോ? ദൈവാത്മാവ് ആരോടൊക്കെയോ സംസാരിക്കുന്നു, വ്യക്തമായിട്ട് സംസാരിക്കുന്നു. ചില ദൈവസന്നിധിയിൽ ചില തീരുമാനം എടുത്തവർ ഇതിനിടയ്ക്കുണ്ട്. ചില തീരുമാനം പല സമയത്ത് എടുത്തവരുണ്ട്. നമ്മുടെ പ്രയോറിറ്റി എവിടാണ്? നമ്മുടെ പ്രയോറിറ്റി എവിടാണ്? നമ്മുടെ സാഹചര്യം എവിടാണ്? നമ്മൾ ഏതിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഏതിനാണ് വില കൊടുക്കുന്നത്? കർത്താവിന്റെ വാക്കിനോ അതോ മറ്റെന്തിനോ? ജീവിതത്തിൽ കർത്താവിന്റെ വാക്കിന് പ്രയോറിറ്റി കൊടുക്കുക. മറ്റെന്തിനെക്കാട്ടിലും പ്രഥമ സ്ഥാനം. എല്ലാ അവസ്ഥയിലും, ദുഃഖത്തിലും സന്തോഷത്തിലും, ഉയർച്ചയിലും താഴ്ചയിലും, വേദനയുടെ നടുവിലും, ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലും, എല്ലാവരും കൂടെ ഉള്ളപ്പോഴും, കൈ പിടിക്കാൻ ആരുമില്ലെങ്കിലും, കൂടെ ആരുമില്ലെങ്കിലും, എല്ലാ സന്തോഷമുള്ളപ്പോഴും, കർത്താവെ, അങ്ങയുടെ വാക്കിന് ഞാൻ പ്രയോറിറ്റി കൊടുക്കും. മറ്റൊന്നും എനിക്ക് പ്രഥമമല്ല, മറ്റൊന്നും എനിക്ക് പ്രയോറിറ്റി അല്ല, മറ്റൊന്നും എനിക്ക് വലിയ കാര്യമേ അല്ല എന്ന് ചിന്തിക്കാൻ എത്ര പേർക്ക് കഴിയും? കർത്താവിന് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുവാൻ എത്ര പേർ തയ്യാറാവും? കർത്താവെ, അങ്ങ് എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, പലപ്പോഴും എൻ്റെ മറ്റു കാര്യങ്ങളാണ് എനിക്ക് വലുത്. കർത്താവെ, അങ്ങയ്ക്ക് വേണ്ടി ചില സമയം കൊടുക്കാൻ എത്ര പേരിന്ന് പൽക്കാലം ഇന്ന് രാത്രികാലം തയ്യാറാവും? നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യമുണ്ട്. യോ, ഇത് വിട്ട് ഞാൻ എങ്ങനെ പോവും? ഇത് വിട്ട് ഞാൻ എന്ത് ചെയ്യും? ഇതാണല്ലോ എനിക്ക് വലുത്. സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ചു. ഈ വാക്ക് ഹൃദയത്തിൽ ഒന്ന് പതിഞ്ഞാട്ടെ. സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ചു. നമ്മുടെ മിടുക്ക് കൊണ്ടോ, നമ്മുടെ പ്രാപ്തി കൊണ്ടോ, നമ്മൾ എന്തെങ്കിലും നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ പാരമ്പര്യം കൊണ്ടോ എന്ത് നേടി നമുക്ക് ഇതിൽ പറയാൻ പറ്റുമോ? ഒന്നുമില്ല, ഒന്നുമില്ല. കർത്താവെ, അങ്ങ് തന്നത് ഞാൻ വിടുന്നു. അങ്ങയുടെ വാക്കാ എനിക്ക് വലുത്. അങ്ങ് എൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു,
എന്ത് പദ്ധതിയാണ്, ഏത് നിലകളിലാക്കാണ് കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ പ്രയോജനപ്പെടേണ്ടത്, ഏത് രീതിയിലാണ് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി നിലകൊള്ളേണ്ടത്, ഏത് രീതിയിലാണ് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി നിൽക്കേണ്ടത്, എന്തൊക്കെ കാര്യമാണ് കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടത്, ഞാൻ തയ്യാറാ എന്ന് പറയാൻ എത്ര പേർക്കുണ്ട്? സാഹചര്യങ്ങൾ കണ്ടിട്ട് കർത്താവെ ഇതൊക്കെ മാറിയിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റിലാക്കിയിട്ട് ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഞാൻ ചെയ്യാമെന്നുള്ളതല്ല. അപ്പോൾ തന്നെ നോലച്ചോക്കി, ആ മീനും പടകും വലയും എല്ലാം അവിടെ വിട്ടിട്ട് പോയി. ഇതേപോലെ സമർപ്പണം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഏതിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്? ഏത് സാഹചര്യത്തിനാണ് കൊടുക്കുന്നത്? പിന്നാവട്ടെ, പിന്നീട് ചെയ്യാം, നാളെ ആവട്ടെ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും നമ്മുടെ ഹൃദയവും നമ്മുടെ തീരുമാനങ്ങളും പോകുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ കൂടെ വരാൻ, ഇപ്പോൾ കൂടെ വരുവാൻ, സകലവും വിട്ട് അനുഗമിക്കുവാൻ, എല്ലാം ഉള്ളപ്പോഴും ഒന്നുമില്ലാത്തപ്പോഴും ആ യേശുവിന്റെ വാക്ക് കേൾക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഈ നല്ല സമയത്തിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥയിലും അങ്ങയെ സ്നേഹിപ്പാനും അങ്ങയുടെ കൂടെ നിൽപ്പാനും അങ്ങയെ പിൻപറ്റുവാനും അങ്ങയെ അനുഗമിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഈ ലോകത്തുള്ള ഒന്നും ഞങ്ങൾക്ക് പ്രയോറിറ്റി അല്ല. ഈ ലോകത്തുള്ള ഒന്നും ഞങ്ങൾക്ക് വലുതല്ല. ഈ ലോകത്തുള്ള ഒരു കാര്യവും ഞങ്ങൾക്ക് ആവശ്യമില്ല. അങ്ങയുടെ വാക്കും അങ്ങയുടെ പാതയും മാത്രമാണ്. അങ്ങയെ അനുഗമിക്കാൻ എന്തും വിട്ട് അങ്ങയെ അനുഗമിക്കാൻ ഞങ്ങൾ തയ്യാറാണപ്പാ. അങ്ങനെ ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഒരു ബലം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഇന്ന് ഈ വചനം കേട്ട, ഈ വചനം ശ്രമിച്ച ഞങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശൂന്യതയിലും നിറവിലും അങ്ങയുടെ വാക്ക് കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വാക്ക് കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വാക്ക് കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ കുടുംബങ്ങളെ ജോയിൻ ചെയ്ത എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങളെ, അവരുടെ ജോലി മേഖലകളെ, അവരുടെ നന്മകളെ ഒക്കെ അനുഗ്രഹിക്കണമേ. കർത്താവെ അവരുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ റൈറ്റായിട്ട് എടുക്കാൻ അവരെ സഹായിക്കണമേ. കർത്താവിന് വേണ്ടി ഒത്തിരി പ്രയോജനപ്പെടുന്നവരെ സഹായിക്കണമേ. വ്യത്യസ്ത നിലകളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരെ സഹായിക്കണമേ. താഴ്ത്തിയേൽപ്പിക്കുന്നു, മാനമോഹത്വം അംഗീകരിപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.